ചെയ്യുക ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ അയ്യോ ഞാൻ ഇതൊന്നും അല്ലല്ലോ എഴുതിയത്, അങ്ങനെ ടെൻഷൻ അടിക്കാനുള്ള അല്ലെങ്കിൽ ടെൻഷൻ അടിക്കാൻ വേണ്ടിയുള്ള ഒരു ഡിസ്കഷനോ കാര്യങ്ങളോ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എത്ര മാത്രമേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഏരിയ നിങ്ങൾ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. ഓക്കെ, വേറെ ഒന്നും അതിൻ്റെ അത് വേറെ ഒരു ദുരുദ്ദേശവും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് മനസ്സിലാക്കി തരിക, എന്നിട്ട് അത് കറക്റ്റ് ചെയ്ത് നമ്മുടെ ഫൈനൽ എക്സാമിന് നമുക്ക് അടിപൊളിയായിട്ട് എഴുതാം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ കഴിഞ്ഞത് കഴിഞ്ഞു, അതാലോചിച്ച് ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. അടുത്ത നമ്മുടെ ഇപ്പം സഡൻ അല്ലെങ്കിൽ ഒരു നിയർ ഫ്യൂച്ചറിൽ നമുക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മോഡൽ എക്സാമാണ്. അതിൻ്റെ എല്ലാ അപ്പുറത്തേക്കും നമുക്ക് ഫൈനൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. സോ അതിന് വേണ്ടിയുള്ള ഒരു സമ്മപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസ് വിടരുത്, നല്ല അടിപൊളിയായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഓക്കെ, അല്ലാതെ നിങ്ങൾ ആലോചിച്ച് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലോട്ട് പോവാം. അപ്പം ഈ പ്രാവശ്യം അക്കൗണ്ടൻസിക്ക് നമ്മൾ കണ്ടായിരുന്നു 1 മാർക്കിൻ്റെ കുറച്ച് ഈ പറഞ്ഞ പോലെ ഇത്തിരി ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെയാണ് ചോദിച്ചത്. അല്ലെങ്കിൽ എന്താ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. ആ ഒരു ലെവലിൽ ഒരു ഇത്തിരി ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഡിഫറെൻ്റ് ഉണ്ട്, ചോദിച്ചേക്കുന്നതിലും ഡിഫറൻസ് ഉണ്ട്. കാര്യം കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചോദിച്ചാൽ കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ളതാണ്. ഈ പ്രാവശ്യം കുറച്ചൊന്ന് മാറ്റി അവർ പിടിച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നേക്കുന്നത്. പക്ഷെ ബിസിനസ് സ്റ്റഡീസിന് നമുക്ക് അങ്ങനെയുള്ളൊരു വിഷയമില്ല. കഴിഞ്ഞ വർഷത്തെയൊക്കെ പോലെ തന്നെ നല്ല സിമ്പിളായിട്ട് തന്നെയാണ് ഈ പ്രാവശ്യം സെക്കൻഡ് ടേമിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട്, അല്ലെങ്കിൽ അത് ഏതൊക്കെ ഏരിയാസാണ് പഠിക്കേണ്ടതെന്നും പറഞ്ഞ് നോക്കിയിട്ട് പോയവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് അതേപോലുള്ള രീതിയിൽ തന്നെയാണ് ചോദിച്ചേക്കുന്നത്. ഇനി ആരെങ്കിലും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നമുക്കിനി ഇഷ്ടംപോലെ സമയം. നമ്മുടെ മെയിൻ എയിം പബ്ലിക് എക്സാമാണ്. സോ അതെന്തായാലും നമുക്ക് സെറ്റാക്കി കിട്ടണം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി സെറ്റാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നോക്കിയിട്ട് പോയിട്ടുള്ളവർക്കാണെങ്കിൽ ഇത് ടെൻഷൻ അടിക്കേണ്ട ഒരു സംഭവമേ അല്ല, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഇനി ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് ചോദിച്ചിട്ടുള്ള ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചിരുന്നത് ബിസിനസ് സർവീസ് തന്നെയാണ്. അത് പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ല, കാരണം എല്ലാ ചാപ്റ്റേഴ്സും വെച്ച് നോക്കുമ്പം ഏറ്റവും വലിയ ചാപ്റ്റർ എന്ന് പറയുന്നത് അതും സെക്കൻഡ് ചാപ്റ്ററും തന്നെയാണ്, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനും. ഇതും ബിസിനസ് സർവീസസും തന്നെയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വെറുതെ എടുത്ത് നോക്കുന്ന ആൾക്ക് തന്നെ മനസ്സിലാവും കുറേ ഉണ്ട് തന്നെ അത് പഠിക്കാൻ. അതിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. 24 മാർക്സിനാണ് ഈ പറഞ്ഞ ബിസിനസ് സർവീസിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ആൻഡ് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ 1 മാർക്കിൻ്റെ ഉണ്ടായാൽ 2 മാർക്കുണ്ട്, 3 മാർക്കുണ്ട്, 4 മാർക്കുണ്ട്, 5 മാർക്കുണ്ട്, അതേപോലെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് എല്ലാം ഈ 1 മാർക്ക് 2 മാർക്ക് ഇതിലെല്ലാം ഈ ഒരു ബിസിനസ് സർവീസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ബാക്കി ഒരു ചാപ്റ്ററിൽ നിന്നും എല്ലാത്തിൽ നിന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ 2 മാർക്ക് ചിലപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് കാണത്തില്ല, ചിലപ്പം പിന്നെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലെ ആ ചാപ്റ്റർ കാണത്തുള്ളൂ. പക്ഷേ ബിസിനസ് സർവീസ് ഈ പറഞ്ഞ പോലെ എല്ലാം 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് 8 മാർക്ക് എസ്സേ വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഊഹിക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റർ തന്നെയാണ് ഈ പറഞ്ഞ ബിസിനസ് സർവീസസ് എന്ന് പറഞ്ഞത്. പിന്നെ അടുത്തത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. അതിൽ നിന്ന് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് എസ്സേയും ചോദിച്ചിട്ടുണ്ട്. അതിൽ നിന്നായിരിക്കും ഈ പറഞ്ഞ പോലെ ബിസിനസ് സർവീസിൽ നിന്നും അതേപോലെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്നും രണ്ടിൽ നിന്നും നമുക്ക് എസ്സേ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇതിപ്പോൾ നമുക്കിനിയും ഒരു ചാപ്റ്റേഴ്സ് കുറച്ചുകൂടെ പഠിക്കാനുണ്ട്, 2 ചാപ്റ്റേഴ്സും കൂടെ പഠിക്കാനുണ്ട് തേർഡ് ടേമിൽ. എന്നിട്ട് പോലും ഓക്കെ, അത് 2 കൂടെ പഠിക്കാനുണ്ട്. എന്നിട്ട് പോലും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഈ 2 ചാപ്റ്റേഴ്സിൽ എന്തായാലും ഒരു എസ്സേ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഏറ്റവും കൂടുതൽ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ചോദിച്ചിട്ടുള്ള സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് തന്നെയാണ്. ഈ പ്രാവശ്യം പാർട്ട്ണർഷിപ്പിൽ നിന്നാണ് നിങ്ങൾക്ക് എസ്സേ എന്നുള്ള രീതിയിൽ ചോദിച്ചത്. എന്നാലും ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് വിട്ടിട്ടില്ല, അത് 5 മാർക്കിനങ്ങാണ്ട് എന്തോ ചോദിച്ചിട്ടുണ്ട്. സോ അത് കുറേ പഠിക്കാനുണ്ട് അറിയാം. പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് എസ്സേ എന്നുള്ള രീതിയിൽ പഠിക്കേണ്ട എസ്സേ എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കുക, അല്ലാത്തത് അങ്ങനെ തന്നെ പഠിക്കുക. നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടായതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ എല്ലാം അതേപോലെ പഠിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. സോ ഈ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പം ഞാൻ പറഞ്ഞു തരുന്ന അനുസരിക്കാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതെന്നുള്ളത്. സോ ഫസ്റ്റ് ബിസിനസ് സർവീസസ് ആൻഡ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്ന് രണ്ടിനും ഒരു ടോപ്പിക്ക് പോലും ഇടാതെ പഠിക്കുക. ഓക്കെ, നമ്മളിപ്പം ക്രിസ്മസ് എക്സാമിന് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ടൈമില്ലായിരുന്നു, മീൻസ് ഗ്യാപ്പില്ല,
അക്കൗണ്ടൻസി ഗ്യാപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ബിസിനസ് സ്റ്റഡീസിന് ഗ്യാപ്പ് ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാം ഇരുന്ന് പഠിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കത്തില്ല. നമ്മൾ സെലക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ മെയിൻ എക്സാമിന് ഈ പറഞ്ഞ പോലെ 2 ചാപ്റ്ററിൽ നിന്നും ഫുള്ള് പഠിക്കുക. കാരണം എല്ലാത്തിനും 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാമോ എല്ലാം നിന്ന് ചോദിക്കുന്ന 2 ചാപ്റ്റേഴ്സാണ്. ഓക്കെ, പിന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ചാപ്റ്റർ 7 ആണ്. ഓക്കെ, ഫോർമേഷൻ ഓഫ് എ കമ്പനി. അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിൽ നിന്ന് ഏകദേശം 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ പോലെ ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ആൻഡ് അതിൽ നിന്ന് തന്നെയാണ് നമുക്ക് എസ്സേയും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ആദ്യം പറഞ്ഞ ഈ 3 ചാപ്റ്ററിൽ നിന്നുമാണ് എസ്സേ എന്നുള്ള രീതിയിലും ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും എസ്സേ ചോദിച്ചിട്ടുള്ള ഏതൊക്കെ ചാപ്റ്റേഴ്സാണോ അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസും മാർക്ക് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ചാപ്റ്റർ 6 11 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബിസിനസ് എത്തിക്സ്. അത് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് എന്തായാലും കുറേ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് വിടാൻ നമുക്കൊന്നുമില്ല. മറ്റേ നമുക്ക് പിന്നെ എന്തെങ്കിലും ആയിരിക്കും, ചിലപ്പോൾ ചോദിക്കത്തില്ലായിരിക്കും എന്നും പറഞ്ഞ് കുറച്ചെങ്കിലും വിടാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നോക്കിയിട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള പോർഷൻസ് ഉണ്ട് ഈ പറഞ്ഞ. കാരണം വൈഡ് ചാപ്റ്റർ ആയതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ നമുക്ക് വിടാൻ പറ്റും. ഇത് ആക്ച്വലി ചെറിയ ചാപ്റ്ററുമാണ്. ഇതിൽ നിന്ന് ഉള്ള എല്ലാ ടോപ്പിക്സിൽ നിന്നും ചോദിക്കാം. എല്ലാ വർഷവും ചോദിക്കത്തില്ലായിരിക്കാം, പക്ഷെ എന്തായാലും ഏതെങ്കിലുമൊക്കെ ചോദിക്കും. നമുക്കതുകൊണ്ട് ഇത് വിടാം, ഇത് ചോദിക്കത്തില്ല എന്ന് പറഞ്ഞ് വിടാൻ പറ്റാത്ത ഒരു ചാപ്റ്ററാണ്. അതിന് എല്ലാ ടോപ്പിക്സും പഠിച്ചേ പറ്റത്തുള്ളൂ. ആൻഡ് ഈ പ്രാവശ്യം പറഞ്ഞ പോലെ നമുക്ക് ഏകദേശം 11 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളത്. പിന്നെ പബ്ലിക് പ്രൈവറ്റ് ആൻഡ് ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ 3 10 മാർക്സ്. അതൊക്കെ ഈ 10 എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം 10 മാർക്സിന് മാത്രമേ ചോദിക്കത്തുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ അടുത്തടുത്ത് കിടക്കുന്നതാണ്. 11, 10 എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം അടുത്ത ഈ പ്രാവശ്യം 3-ാമത്തെ ചാപ്റ്ററിൽ നിന്നായിരിക്കും 11 മാർക്കിന് ചോദിക്കുന്നത്. സോ അങ്ങനെയും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ചാപ്റ്റർ 1 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നേക്കുന്നത്. ഓക്കെ, അതും നമുക്ക് കുറേ ഒന്നും ആക്ച്വലി ചാപ്റ്റർ 1 1 മാർക്ക് 2 മാർക്ക് അങ്ങനെയൊന്നും കുറേ ചോദിച്ചിട്ടില്ല. അതിന് ചോദിച്ചിട്ടില്ല. 1 മാർക്ക് 2 മാർക്കിനൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. കുറച്ചൊന്ന് ഈ പറഞ്ഞ പോലെ ഇത്തിരി മുകളിലോട്ട് വരുമ്പം ഒരു 4 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ആണ് ചാപ്റ്റർ 1 ചോദിച്ചിട്ടുള്ളത്. പക്ഷെ അതിപ്പം സെക്കൻഡ് ടേം ആയതുകൊണ്ടായിരിക്കാം നമുക്ക് നമ്മുടെ മെയിൻ എക്സാം എന്നുള്ള രീതിയിൽ വരുമ്പോൾ അതിന് ചിലപ്പം ചോദിക്കാനുള്ളത്. കാരണം കൊച്ചു ചാപ്റ്റർ ആണെങ്കിൽ പോലും അധികം ചോദിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ബേസ് ആയതുകൊണ്ട് തന്നെ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ പ്രാവശ്യം പറഞ്ഞ പോലെ 9 മാർക്കിന് അധികം ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെ ചാപ്റ്റർ 5 ചാപ്റ്റർ 8. ചാപ്റ്റർ 5 എന്ന് പറയുമ്പോൾ ഇമേർജിംഗ് മോഡ്സ് ഓഫ് എ ബിസിനസ്സും ചാപ്റ്റർ 8 സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസും. ഇത് 2-ൽ നിന്നും 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഇത് എന്തിനാണ് പറയുന്നത് പറഞ്ഞാൽ നിങ്ങളറിയാം, ചേട്ടാ ഇതിപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കിന് ചോദിച്ചു എന്നുള്ളത് നമ്മൾ എന്തിനാണ് അറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതനുസരിച്ച് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, ഇതെല്ലാം പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഇത് മൊത്തത്തിൽ പഠിച്ചിട്ട് പോലൊന്നും നമ്മൾ ഇമ്പോസിബിളാണ്. ചിലതൊക്കെ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും, ചിലപ്പോൾ ഇതാവും. അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. ഓക്കെ, അതപ്പം വിടാതെ പഠിക്കുക. എന്തൊക്കെ വന്നാലും സമയം ഇല്ലെങ്കിൽ പോലും അതിന് സമയം കണ്ടെത്തി പഠിക്കേണ്ട ഏരിയാസ് ഉണ്ട്. അത് ചാപ്റ്റർ വൈസ് ആണെങ്കിലും അതേപോലെ ചാപ്റ്ററിൻ്റെ അകത്തുള്ള കണ്ടന്റ് ആണെങ്കിലും ടോപ്പിക്സ് ആണെങ്കിലും ആ രീതി പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. പിന്നെ ബാക്കിയുള്ളത് അതിൻ്റേതായ ഇമ്പോർട്ടൻസിൽ പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. നമുക്കിനി ടൈം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം കൂടെ ഒന്നും നമുക്ക് പഠിച്ചിട്ട് പോകാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്നുള്ള കൃത്യമായിട്ടൊരു ഐഡിയ വേണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയാണ് ജസ്റ്റ് ഒരു ഓവറോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് തന്നത്. ഓക്കെ, അപ്പം ഏകദേശം ഈ പറഞ്ഞ പോലെ മെയിൻ എക്സാമിനാകുമ്പോഴും ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ, കാരണം ഇപ്പോൾ അക്കൗണ്ടൻസിക്ക് ഞാൻ പറഞ്ഞ പോലെ ഇത്തിരി നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ചിലപ്പം മെയിൻ എക്സാമിന് ഈ പറഞ്ഞ പോലെ ആ ഒരു രീതിയിൽ വേണം ചോദിക്കാം. നിങ്ങൾ 2019 തൊട്ട് അതിൻ്റെ മുകളിലോട്ട് 2017, 2018, 2019 ആ വർഷങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ഇത്തിരി നല്ല ക്വസ്റ്റ്യൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല. ഈ 2022-23 നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുമ്പോഴാണ്
ഭയങ്കര ഡയറക്റ്റാണ്. ഓക്കെ, ഭയങ്കര ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ മേ ബി ആ കൊറോണയൊക്കെ കഴിഞ്ഞ ടൈം ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ അതിന് മുന്നേ ഉള്ള വർഷങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നല്ല സ്റ്റാൻഡേർഡായിട്ട് ഇൻഡയറക്റ്റായിട്ട് ഒക്കെയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫോമാറ്റ് വന്നിട്ട് ഇത് ഏതാണ്, ഇതെന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തിട്ട് റൈറ്റ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. ഇത് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് 2019 വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ 2022-23 ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം പെടും. അപ്പം ബാക്കിയുള്ള പ്രീവിയസ് ഇയർ അതിന് മുന്നേ ഉള്ള വർഷങ്ങളൊക്കെ എങ്ങനെ ചോദിച്ചേക്കുന്നതും കൂടെ നോക്കിയിട്ട് വേണം നമുക്ക് ആ ഒരു പാറ്റേണും നമ്മൾ എഴുതാൻ നമുക്ക് ഇതായിരിക്കണം, സെറ്റായിരിക്കണം. കാരണം അല്ലെങ്കിൽ ഇഷ്യൂസ് വരും. ഇപ്പോൾ അക്കൗണ്ടൻസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഓക്കെ, 2022-23 ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ അത്രയും സിമ്പിളായിട്ടല്ല ഈ പ്രാവശ്യം ഇട്ടേക്കുന്നത്. സിമ്പിൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ബേസിക്കലി ഒന്ന് നോക്കുമ്പോൾ അപ്പോൾ ആ ഒരു രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പബ്ലിക് എക്സാമിന് പോകാൻ. ഓക്കെ, പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല, നമ്മളതും പ്രതീക്ഷിച്ച് വേണം പോകാൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പം തന്നെ കുറേ നേരമായി ഇൻട്രൊഡക്ഷൻ തന്നിട്ട് നമുക്കപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലോട്ട് പോകാം. ഓക്കെ, അപ്പം ആദ്യം തന്നെ നിങ്ങൾക്ക് വിസിബിൾ ആണല്ലോ. ഓക്കെ, ഫസ്റ്റ് തന്നെ ചോദിച്ചേക്കുന്നത് ഐശ്വര്യമായിട്ട് നമ്മുടെ 6th ചാപ്റ്ററായ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബിസിനസ് എത്തിക്സിൽ നിന്നാണ്. ഓക്കെ, അപ്പം അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കൈൻഡ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ചോദിച്ചേക്കുന്നത്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി. കൈൻഡ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി എഴുതാമെന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചുരുക്കമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ കൈൻഡ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി ചോദിക്കുന്ന എക്സാമ്പിൾ കൊടുക്കും, എന്നിട്ട് ആ എക്സാമ്പിൾ വെച്ചിട്ട് ഏത് കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ള രീതിയിലാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ള ഒന്നാണ് റിലീജിയസ് സെൻറ്റിമെൻറ്റ് ഹേർട്ട് ചെയ്യുന്നത്, പിന്നെ സെല്ലിങ് അഡൾട്രേറ്റഡ് ഗുഡ്സ്. അപ്പോൾ ഇത് രണ്ടും ആക്ച്വലി എത്തിക്കലിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്തിക്കലാണ് കൂടുതൽ. എത്തിക്കലും ഡിസ്ക്രിഷണറി, ലീഗലും എക്കണോമിക്കലും ചോദിച്ചിട്ടില്ല എന്നുള്ളതല്ല, പക്ഷേ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് എത്തിക്കൽ, ഫസ്റ്റ് എത്തിക്കൽ, പിന്നെ ഡിസ്ക്രിഷണറിയാണ്. ഈ പ്രാവശ്യവും എത്തിക്കൽ എന്നുള്ള രീതിയിൽ ഏരിയയും ഡിയാസിയും എക്സാമ്പിൾ കൊടുത്തിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നോക്കാം. 1 man 1 vote is a principle of dash form of organization. കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഓക്കെ, കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ് ഈ പറഞ്ഞ പോലെ 1 man 1 vote എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയും ചോദിക്കാം. നമ്മൾ ടെസ്റ്റ് പോലെ ഇങ്ങനെ പഠിച്ചുകൊണ്ട് അതിൻ്റെ അഡ്വാൻസ് ഡിസഡ്വാൻറ്റേജ് ഫീച്ചേഴ്സ് അതാണ് ഇതാണെന്നുള്ള, പക്ഷേ എല്ലാ ഈ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ചെറിയ ചെറിയ കുറച്ച് പോർഷൻസ് ഉണ്ട്. അത് മൊത്തത്തിൽ ഒന്നും വായിച്ചു പഠിക്കാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് പോയിന്റുകൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. കാരണം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ഓഫ് കോഴ്സ് ഇതും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇതെന്തായാലും വരുമെന്നും പറഞ്ഞു. ഡോക്യുമെന്റ് വിച്ച് ഡിഫൈൻസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കമ്പനി. ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കമ്പനി എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏതായിരിക്കും വരുന്നതും മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ. ഓക്കെ, ഇത് ചോദിച്ചേക്കുന്ന ഫോർമേഷൻ ഓഫ് എ കമ്പനി ചാപ്റ്റർ 7 എന്നാണ് ചോദിച്ചേക്കുന്നത്. ചാപ്റ്റർ 7 നമുക്ക് എസ്സേയും ചോദിച്ചിട്ടുണ്ട്, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഐഡൻറ്റിഫൈ ദി ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് ഫിനാൻസ് ഫ്രം ദ ഫോളോയിങ്. ഇത് ചാപ്റ്റർ 8 നിന്നുള്ളതാണ്. അപ്പം എക്സ്റ്റേർണൽ സോഴ്സസ്, ഇൻറ്റേർണൽ സോഴ്സസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഉത്തരം വരുന്നത് റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഇൻറ്റേർണൽ സോഴ്സ് ഏതാണ്, എക്സ്റ്റേർണൽ സോഴ്സ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ചെയ്യാനും പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഏതായിരിക്കാം, അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയാസ് ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി. അതിൽ നിന്നൊക്കെ തന്നെ ചോദിക്കത്തുള്ളൂ. അതിലൊരു ഏരിയയാണ് റിട്ടേൺ ഏർണിങ്സ്. ഓക്കെ, ഇതിപ്പോൾ 1 മാർക്കിന് ചോദിച്ചു, ഇനി അടുത്ത പ്രാവശ്യം 1 മാർക്കിന് തന്നെ ചോദിക്കണമെന്നില്ല. ചിലപ്പോൾ 2 മാർക്കായിരിക്കും, 3 മാർക്കായിരിക്കും, പക്ഷേ ചോദിക്കുന്ന ഏരിയ ആണ്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ റെയിൽവേ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിംഗ്. ഓക്കെ, അപ്പം ഇതും ഞാൻ പറഞ്ഞ പോലെ പബ്ലിക് പ്രൈവറ്റ് ആൻഡ് ഗ്ലോബൽ എൻ്റർപ്രൈസ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിംഗ്, ഗവൺമെൻറ് കമ്പനി, സ്റ്റാറ്റുട്ടറി കോർപ്പറേഷൻ, ഇങ്ങനെ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമുക്ക് കൊടുത്ത് നമ്മൾ ഫീച്ചേഴ്സ്, അഡ്വാൻസ്, ഡിസഡ്വാൻസ് എല്ലാം പഠിക്കുന്നുണ്ടെങ്കിലും ആ ചാപ്റ്ററിൽ നിന്നും ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ കൊടുത്തിട്ട് അത് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാനെന്നുള്ള രീതിയിൽ ചോദിക്കും. ഓക്കെ, അതും ഈ പറഞ്ഞ പോലെ എക്സാമ്പിൾ വെച്ചിട്ട്
അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളത് പഠിക്കണ്ട എന്നുള്ളതല്ല, അത് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമായിരിക്കും. ചിലപ്പം ഇങ്ങനെ കൊടുത്തിട്ടായിരിക്കാം ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ഡാഷ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്, അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതുക, അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എഴുതി. ഏതാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഫീച്ചേഴ്സ് എഴുതാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ കൊടുത്തിട്ട് ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ കൈൻഡ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്സാമ്പിൾ കൊടുത്തിട്ട് ചോദിക്കുന്ന പോലെ എക്സാമ്പിൾ കൊടുത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ പറഞ്ഞ ഏരിയ. ഓക്കെ, തേർഡ് ചാപ്റ്ററിൽ നിന്ന്. ആൻഡ് അടുത്തത് capital of a company divided into number of equal units. Each such unit is called, of course, share. ഓക്കെ, ഇത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിന് ഉദ്ദേശിച്ച് നമ്മുടെ ഈ സെക്കൻഡ് ടേമിലെ ലാസ്റ്റ് ചാപ്റ്ററായ ചാപ്റ്റർ 8 സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസിങ് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അതും ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, ഇത് എക്സാക്ട്ലി 1 മാർക്ക് എന്നുള്ള രീതിയിലാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അതിനകത്ത് നമ്മൾ കൂടുതലും പഠിക്കുന്നത് എന്തോ അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജ്, ഫീച്ചേഴ്സ് ഇങ്ങനെയുള്ള രീതിയിൽ പഠിച്ചിട്ടു. ഇതെന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. സോ അതിൻ്റെ ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ കൊടുത്തേക്കുന്ന കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. സോ അതിൽ നിന്ന് വരുന്നതേ ഒരു ഏരിയ ആണ്. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്മൾ എന്താണ് പറയുന്നത്, ഷെയർ എന്നാണ് പറയുന്നത്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസാണ്. ഓക്കെ, ആൻഡ് അടുത്ത് നോക്കാം. വെയർഹൗസ് പ്രൊവൈഡ്സ് ഡാഷ് യൂട്ടിലിറ്റി, ഓഫ് കോഴ്സ് ടൈം യൂട്ടിലിറ്റി. ഓക്കെ, ഇത് രണ്ടിടത്ത് വരുന്നുണ്ട്. ഓക്കെ, ഒന്ന് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മളിത് പഠിക്കുന്നുണ്ട്. ആൻഡ് രണ്ടാമത് ഈ പറഞ്ഞ പോലെ ബിസിനസ് സർവീസസ് ചാപ്റ്ററിൽ ഒരു സർവീസായ വെയർ ഹൗസിൻ്റെ ഇതിനകത്ത് അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയുന്ന കാര്യമാണ് ടൈം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് പ്ലേസ് എന്നുള്ളത് എഴുതാനായിരിക്കാം ഒരു ത്വര വരുന്നത്, പക്ഷെ അല്ല, ഇത് ടൈമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, പിന്നെ പേഴ്സൺ ഹൂസ് അണ്ടർടേക്കിംഗ് ആൻഡ് ഇൻഷുറൻസ് പോളിസി ഇസ് കോൾഡ് ഇൻഷുർഡ്. കണ്ട, ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മറ്റേ ഇൻഷുറൻസ് ബിസിനസ് സർവീസ് എന്ന് പഠിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കും, പ്രിൻസിപ്പിൾസ് പഠിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ പ്രിൻസിപ്പിൾസ് പഠിക്കും, ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പഠിക്കും. ഇതെല്ലാം ആ ഒരു ബേസിക് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു കാര്യം. പക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ള കാര്യം പറയാം, നമ്മൾ ഇതൊക്കെ അങ്ങ് വിടും നൈസ്. പിന്നെ ഇന്ന് ആലോചിക്കും, ഇൻഷുറൻസ് കമ്പനി അല്ല, ബ്രോക്കർ അല്ല, ഇത് രണ്ടും അല്ല എന്നറിയാം. ഇൻഷുർഡ് ആണോ ഇൻഷുറർ ആണോ അങ്ങോട്ടൊരു പിടി കിട്ടത്തില്ല, പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരും. സോ അതും എല്ലാം ഈ പറഞ്ഞ പോലെ നോട്ട് ചെയ്ത് വെക്കാം. ലെസ്സി, ലെസ്സർ അങ്ങനെയും ചോദിക്കാം. ഓക്കെ, ഏതൊരു പ്രാവശ്യം അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള ടേംസും വിടാതിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് മെയിൻ ഇനി ഫോക്കസ് പബ്ലിക് എക്സാം എന്നുള്ള രീതിയാണ്. ഓക്കെ, ഇനി പർച്ചേസ് എ മൊബൈൽ ഫോൺ ത്രൂ ഓൺലൈൻ ബൈ എ കസ്റ്റമർ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് മോഡൽ ഓഫ് ഇ കൊമേഴ്സ്. ഇത് ചാപ്റ്റർ 5 ആയ ഇമേർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്സിന് ചോദിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഉത്തരം എന്ന് പറയുമ്പോൾ B2C ആണ് വരുന്നത്. ഓക്കെ, B2C എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബിസിനസ് ടു കസ്റ്റമർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബിസിനസ് ടു കസ്റ്റമർ എന്നുള്ള രീതിയിൽ വേറെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ATM നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ കുറേ വട്ടം ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതേപോലെ സിമ്പിളായിട്ടും ചോദിക്കും. ഓക്കെ, നമ്മൾ ഇമേർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് ആ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മൾ കേട്ടതും കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഇപ്പോൾ ഫോർമേഷൻ ഓഫ് എ കമ്പനിയൊക്കെ കുറേ ഒന്നും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസും നമുക്ക് ഒരു ലിമിറ്റിൻ്റെ അപ്പുറത്തോട്ടൊന്നും കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ, നമുക്ക് അറിഞ്ഞിടാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇമേർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്സിൽ വരുമ്പോൾ നമുക്ക് കുറേ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയാസാണ്. ഓക്കെ, അടുത്തത് ഐഡൻറ്റിഫൈ ദ നെയിം ഓഫ് എ പേഴ്സൺ ഹൂ ഇനിഷ്യേറ്റ്സ് ടു ഫോർമേഷൻ ഓഫ് എ കമ്പനിയിൽ വരുന്നതാണ് പ്രൊമോട്ടർ. നമ്മൾ ആദ്യം പ്രൊമോഷൻ വെച്ചാണ് തുടങ്ങുന്നത് തന്നെ. ഓക്കെ, ക്ലിയർ ആണ്. ഇപ്പം സൈഡിൽ അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ പറഞ്ഞൊക്കെ തന്നെ ആണല്ലോ വന്നേക്കുന്നത്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ, സെറ്റല്ലേ. അപ്പം ക്വസ്റ്റ്യൻസ് കൂടുതലും അങ്ങനെ വേറെ ക്വസ്റ്റ്യൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല. കൂടുതലും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ തന്നെയാണ് ഈ പ്രാവശ്യവും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ വന്നേക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതിലേതെങ്കിലും 8 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ, 8 എണ്ണം എഴുതിയാൽ മതി, അതിൽ 1 മാർക്ക് വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയാണ് അത് ഞാൻ പറയുന്നത്. നമ്മൾ 10 എണ്ണം കൊടുത്തിട്ടുണ്ട്, അതിൽ 8 എണ്ണം എഴുതിയാൽ മതിയെങ്കിൽ പോലും നിങ്ങൾ 10 എണ്ണവും അറിയാവുന്നത് എഴുതുന്നതാണ് ബെറ്റർ. വേറൊന്നും കൊണ്ടൊന്നുമല്ല, സമയമുണ്ടെങ്കിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. വേറെ ഒന്നും അതേപോലെ എഴുതി വെച്ച് ലാസ്റ്റ് കറക്റ്റ് ചെയ്യുന്നവർക്കും കൂടെ വട്ടാവും, അതുകൊണ്ട് അത് ചെയ്യരുത്. ഇത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ചിലപ്പോൾ എന്തെങ്കിലും നമുക്കറിയാവുന്ന ഉത്തരമാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചിലപ്പം ആവേശത്തിന് കയറി ഏതെങ്കിലും ഉത്തരം അങ്ങ്
എഴുതും. ഓക്കെ, അപ്പോൾ വെയർ ഹൗസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ആ പ്ലേസ് ആയിരിക്കും പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ ചിലപ്പം വരും. സോ അങ്ങനെ കാണാൻ തെറ്റിപ്പോയാൽ പോലും നമുക്കൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി തെറ്റിയാലും കുഴപ്പമില്ല, 8 മാർക്ക് നമുക്ക് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി അത് ഈ പറഞ്ഞ പോലെ 10 എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ടൈം ഉണ്ടെങ്കിൽ, ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ഒന്ന് നമുക്കൊന്ന് ഉറപ്പ് വരുത്തുക. ബാക്കിയൊന്നും അങ്ങനെ എഴുതാൻ നിൽക്കണ്ട. 2 മാർക്കിന് 3 മാർക്കിന് 4 മാർക്കിന് 5 മാർക്കിന് 8 മാർക്കിന് ഒന്നും അങ്ങനെ എഴുതേ ചെയ്യരുത്. അതിനുള്ള പരിപാടിക്കേ പോകരുത്. സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ. പക്ഷെ 1 മാർക്കിൻ്റെയൊക്കെ അങ്ങനെ കാരണം നമുക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഓക്കെ, അല്ലാതെ കൊടുത്തേക്കുവാണെങ്കിൽ ഓക്കെ. പക്ഷെ ഓപ്ഷൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും, അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പം അടുത്തത് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് 10 കൊടുത്തിട്ടുണ്ടായിരുന്നു, 8 എഴുതിയാൽ മതി എന്നുള്ള രീതിയായിരുന്നു 1 മാർക്കിൻ്റെ. 2 മാർക്കിൻ്റെത് നിങ്ങൾക്ക് വന്നേക്കുന്നത് 6 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 6 കൊടുത്തതിൽ നിന്ന് ഏതെങ്കിലും 5 എഴുതിയാൽ മതി എന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ 2 മാർക്കിൻ്റെയൊക്കെ എഴുതുമ്പം നമ്മൾ അക്കൗണ്ടൻസിയുടെയൊക്കെ ഈ പറഞ്ഞ പോലെ കുറേയൊക്കെ നമുക്ക് പ്രോബ്ലം ബേസ് ചെയ്തായതുകൊണ്ട് തന്നെ മെയിനായിട്ടുള്ള പോയിന്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി പോയാൽ മതി. വലിയൊരു സീൻ വരില്ല. നമുക്ക് ടൈമും കിട്ടും. പ്രോബ്ലം നമുക്ക് ചെയ്യാൻ കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ തിയറിയൊക്കെ എഴുതാൻ നമുക്ക് കുറേ ടൈം കിട്ടും. പക്ഷേ ബിസിനസ് സ്റ്റഡീസിൻ്റെ കേസ് വരുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതി അങ്ങ് പോകും. ചിലപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ ഉൾപ്പെടെയുള്ള കാര്യം പറയാം, നമ്മൾ അറിയാവുന്നവരായിരുന്നു നല്ലോണം നമുക്കറിയാം, വൃത്തിക്ക് എഴുതാം, ഒരു 1/2 മാർക്ക് പോലും വെട്ടിക്കുറയ്ക്കരുതെന്ന് പറഞ്ഞ് കുറേ ടൈം എടുത്ത് എഴുതും. സോ മാർക്കിനനുസരിച്ച് എഴുതുക, ഇത്തിരി നല്ല രീതിയിൽ വൃത്തിക്ക് തന്നെ പോയിന്റ് വരുന്ന രീതിയിൽ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ 2 മാർക്കിൽ നിന്നുള്ള രീതിയിൽ 2 പേജ് എഴുതി വെച്ചാൽ 2 മാർക്കിൽ കൂടുതൽ കിട്ടൂല. ഓക്കെ, 2 മാർക്ക് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അവർ നോക്കുന്നത് ആ 2 പോയിന്റ് എഴുതിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ എടുത്ത് പറയുന്ന ചിലപ്പോൾ മിക്കപ്പോഴും ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എടുത്തവർ പറഞ്ഞിട്ടുണ്ട് ഇനി 2 പോയിന്റ്സ് അല്ലെങ്കിൽ ഇനി 2 ഇതെന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പം അങ്ങനെ കൃത്യമായിട്ട് എഴുതുമ്പോൾ ഈ പറഞ്ഞാൽ ഇത്തിരി ഒന്നും നല്ല സ്റ്റാൻഡേർഡായിട്ട് ഇപ്പം 2 പ്രിവിലേജസ് അവൈലബിൾ ടു എ പ്രൈവറ്റ് കമ്പനി. ഓക്കെ, അപ്പോൾ അതിനൊരു ഇത് കൊടുക്കുക, ദ പ്രിവിലേജസ് അവൈലബിൾ ടു എ പ്രൈവറ്റ് കമ്പനി ആർ ആസ് ഫോളോസ് എന്നിട്ടൊന്ന് അത് എഴുതുമ്പോൾ ഒരു കുറച്ചുകൂടെ അവർക്കൊരു എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് ഒരു ഭംഗിക്ക് എന്നുള്ള രീതിയിലൊരു ഫീലിംഗ് തോന്നും. അല്ലാതെ 4-5 പോയിന്റ് എഴുതേണ്ട കാര്യം ഇല്ല. നിങ്ങൾക്ക് അറിയാം, കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ. അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് എവിടെയെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് വീഴട്ടെ എന്ന് വെച്ചിട്ട് എഴുതാം. പക്ഷെ ടൈം നമ്മുടെ പോകും. ഓക്കെ, നമുക്ക് മെയിനായിട്ട് എസ്സേ ഒന്നും എഴുതാൻ പറ്റില്ലെങ്കിൽ തീർന്നു. എസ്സേ എത്ര എഴുതിയാലും ഒരു ലിമിറ്റിൻ്റെ അപ്പുറത്തോട്ട് മാർക്ക് നമുക്ക് തരൂല. അപ്പം അതിന് നമ്മൾ കുറച്ചുകൂടെ ടൈം കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അത് നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ആൻസറിലോട്ട് പോകാം. ആൻസർ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ കിടക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ പോയിൻറ്റ്സുമാണ്. അപ്പോൾ വീണ്ടും ഡിസ്കസ് ചെയ്ത് ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ഏതൊക്കെ മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നൊന്ന് അറിയാനാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ചോദിച്ചേക്കുന്നത് സ്റ്റേറ്റ് എനി 2 പ്രിവിലേജസ് അവൈലബിൾ ടു എ പ്രൈവറ്റ് കമ്പനി എന്നുള്ള രീതിയാണ്. അത് നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ എന്നുള്ള രീതിയാണ് വന്നിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ ഫോർമേഷൻ ഓഫ് എ കമ്പനിയിൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ വരുന്ന ടോപ്പിക്കാണ്. പിന്നെ രണ്ടാമത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്നുള്ളത് 3rd ചാപ്റ്ററിൽ. ഓക്കെ, പബ്ലിക് പ്രൈവറ്റ് ഗ്ലോബൽ എൻ്റർപ്രൈസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ് PPP എന്നുള്ളത്. ആൻഡ് പിന്നെ അടുത്തത് ചോദിച്ചേക്കുന്നത് ഇൻഷുറൻസിൻ്റെ. ഓക്കെ, ഇൻഷുറൻസിൻ്റെ 2 പ്രിൻസിപ്പിൾ മാത്രമേ അവർ എടുത്ത് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ 1 മാർക്ക് എന്നുള്ള രീതിയായിരിക്കും വരുന്നത്. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എഴുതുന്നതിന് 1 മാർക്കും ഇൻ്റർമീഡിയറ്റ് എഴുതുന്നതിനും 1 മാർക്കുമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ഒക്കെ നമുക്ക് എസ്സേ എന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അതേപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ 2 മാർക്കിനൊക്കെ നമുക്ക് സുഖമായിട്ട് നമുക്കൊരു ഡിസപ്പോയിൻമെൻറ്റ് വരും. കാരണം നമ്മൾ 8 മാർക്കിന് പഠിച്ചിട്ട് 2 മാർക്കിന് ചോദിച്ചോളൂ എന്ന് പറയും. പക്ഷേ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കത് നല്ല രീതിയിൽ എഴുതാൻ പറ്റും. പിന്നെ വലിച്ചു വാരിയൊന്നും എഴുതേണ്ട കാര്യമില്ല. 2 മാർക്കെന്ന് പറയുമ്പോൾ ആ പോയിന്റ് വരണം. ഓക്കെ, അവർ ഉദ്ദേശിക്കുന്ന പോയിന്റ് ഉണ്ട്, എന്താ സംഭവം എന്നുള്ളൊരു ഐഡിയ അവർക്ക് കിട്ടണം, അത്രയേ ഉള്ളൂ. ആൻഡ് അത് ബിസിനസ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. പിന്നെ അടുത്ത് ചോദിച്ചേക്കുന്ന ഇമേർജിങ് മോഡ്സ് ഓഫ് ബിസിനസ്സിൽ നിന്ന്. ഇതെപ്പോഴും ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുള്ളതാണ്, എന്തായാലും കുറേ വട്ടം ചോദിച്ചിട്ടുള്ളതാണ് 2 പേയ്മെൻറ്റ് മെക്കാനിസം എഴുതുക എന്നുള്ള രീതിയിൽ. ഓക്കെ, ആ ചാപ്റ്ററിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് എഴുതാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ആ ചാപ്റ്ററിൽ നിന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്ന 2 പേയ്മെൻറ്റ് മെക്കാനിസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എഴുതാം, സിമ്പിളായിട്ട് എഴുതാം. ആൻഡ് ആ ഒരു
എസ്സേ പോലെ എഴുതേണ്ട കാര്യമില്ല, ലിസും തേയും ദാറ്റും ഒന്നും ചേർത്ത് എഴുതേണ്ട കാര്യമില്ല, 2 പേയ്മെൻറ്റ് മെക്കാനിസം ഏതാണെന്നുള്ളത് എഴുതിയാൽ തരാം. അപ്പോൾ ടൈം നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്ക് കുറേ ലാഭിക്കാൻ പറ്റും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചൂസ് ചെയ്ത് എഴുതുവാണെന്നുണ്ടെങ്കിൽ. പിന്നെ ലിസ്റ്റ് ഔട്ട് ദി സ്റ്റേജസ് ഓഫ് എ ഫോർമേഷൻ ഓഫ് എ കമ്പനി, അതും ഈ പറഞ്ഞ പോലെ എന്തായാലും മെസ്സേ എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കുന്ന സംഭവമായിരിക്കും. ഓക്കെ, അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ 2 മാർക്കാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റുന്നതും ടൈം സേവ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. എപ്പോഴും ഒന്നും നടക്കത്തില്ലെങ്കിലും ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പേയ്മെൻറ്റ് മെക്കാനിസം വിടരുത്. കാരണം നിങ്ങൾക്ക് 2 എഴുതിയാൽ മതി, 2 എഴുതിയാൽ അത്രയും ടൈം സേവ് ആവത്തില്ല. ഇപ്പം അടുത്തൊരു ചോദ്യം, വാട്ട് ഇസ് എ മീനിങ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ? അത് നമുക്ക് 2 വാക്ക് എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടില്ല, കുറച്ചൊരു സെൻറ്റൻസ് ആയിട്ട് തന്നെ എഴുതണം. സോ അങ്ങനെയൊക്കെ നോക്കുമ്പം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പോയിൻ്റായിട്ട് എഴുതി ഏത് മാർക്ക് കിട്ടുമോ അത് സെലക്ട് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ലിസ്റ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് എ കമ്പനിയും ചോദിച്ചിട്ടുള്ളത്, ഞാൻ ഫോർമേഷൻ ഓഫ് കമ്പനി തന്നെയാണ് അടുത്ത ചോദ്യവും ചോദിച്ചേക്കുന്നത്, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, നമുക്കത് ജസ്റ്റ് ഒന്ന് കൂടുതൽ ഡിസ്കഷനിലോട്ട് പോകുന്നില്ല ഞാൻ, കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതും കണ്ടിട്ടുള്ളതും ആണ്, അതുകൊണ്ട് അതിലോട്ട് കൂടുതൽ പോകുന്നില്ല. ഓക്കെ, ഞാൻ എപ്പോഴും നിന്നാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, ഇവിടെ നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, വെയിറ്റ്. ഓക്കെ ഓക്കെ അപ്പം ഇവിടെ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൈവറ്റ് കമ്പനിയുടെ അതിൻ്റെ പ്രിവിലേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 3 പോയിന്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും 2 നിങ്ങൾ എഴുതാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, പിന്നെ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ദേർസ് നോ നീഡ് ടു ഇഷ്യൂ എ പ്രോസ്പെക്ടസ്, അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ക്യാൻ ബി ഡൺ വിത്തൗട്ട് റിസീവിംഗ് ദ മിനിമം സബ്സ്ക്രിപ്ഷൻ. ഇത് കുറേ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 4 പോയിന്റെങ്കിലും അതിൽ നിന്ന് പഠിച്ചു വെക്കാം. ഇതിപ്പോൾ 2 മാർക്കിന് ചോദിച്ചുകൊണ്ട് ചിലപ്പം അത് 4 മാർക്ക് എന്നുള്ള രീതിയിൽ ചോദിക്കാം, എങ്ങനെയാണെങ്കിലും ചോദിക്കാം. ഒരു 4-5 പോയിന്റ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അടുത്ത വരുമ്പം നമുക്ക് ചോദിച്ചേക്കുന്ന പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്നുള്ള സംഭവമാണ്. ഓക്കെ, അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഏറെക്കുറെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന സംഭവമാണ്. എന്താണെന്നുള്ളത് നിങ്ങൾ കൂടുതൽ കാണാതെ പഠിക്കുക പോലും വേണ്ട. ഓക്കെ, കാണാതെ പഠിക്കുക പോലും കാര്യം വേണ്ട. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്നുള്ള PPP എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പം മനസ്സിലായില്ലെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്, അത് എന്താണെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നത് ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ജസ്റ്റ് ഒരു ഐഡിയ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ എഴുതുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് PPP അല്ലെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടറാണ്, എന്തിനു വേണ്ടിയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് എഴുതുക. നമ്മളിപ്പോൾ അത് മൊത്തം ഒന്നും കാണിക്കാൻ നിൽക്കുന്നില്ല. ഓക്കെ, പിന്നെ അടുത്തത് വരുന്നതാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ഓക്കെ, നമ്മുടെ ബിസിനസ് സർവീസ് ചാപ്റ്ററിൽ ഇൻഷുറൻസ് സർവീസസിൽ വരുന്നതാണ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ്. അല്ല അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്താണെന്നുള്ളതും ആൻഡ് ഇൻഡെമിനിറ്റി. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഇതിപ്പം ഇത്രയൊക്കെ എഴുതിയാൽ മതി. ഓക്കെ, അത്രയൊക്കെ എഴുതിയാൽ തന്നെ 2 മാർക്കിന് നമുക്ക് 1 മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ പേയ്മെൻറ്റ് മെക്കാനിസംസും അത് ക്യാഷ് ഓൺ ഡെലിവറി, COD അല്ലെങ്കിൽ ഡെബിറ്റോ ക്രെഡിറ്റ് കാർഡ്, ഡിജിറ്റൽ ക്യാഷ്, നെറ്റ് ബാങ്കിങ് ട്രാൻസ്ഫർ, അത് നിങ്ങളുടെ ഇത് ടെക്സ്റ്റിൽ കുറേ ഉണ്ട്, അതിൽ ഏതെങ്കിലും 2 അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പഠിക്കുക പോലും വേണം. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഏത് പേയ്മെൻറ്റ് മെക്കാനിസമാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അടുത്ത് നോക്കാം. നമ്മുടെ സ്റ്റെപ്സ് ഇൻ ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഓക്കെ, അല്ലെ സ്റ്റേജസ് ഇൻ ഫോർമേഷൻ ഓഫ് എ കമ്പനി 4 ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ അരമാർക്ക് എന്നുള്ള രീതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 4 സ്റ്റേജാണ് മെയിനായിട്ടും. 5ാമത്തെ സ്റ്റേജ് എന്നുള്ള രീതിയിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്നുള്ള രീതിയിലും ചില ടെക്സ്റ്റിൽ കിടക്കുന്ന കണ്ടിട്ടുള്ളൂ, അങ്ങനെ വേണമെങ്കിലും എഴുതാം. പക്ഷെ മെയിനായിട്ട് നമ്മുടെ പോയിന്റ് വരുന്നത് ഈ 4 ആണ്. ഓക്കെ, കണ്ട അത് ഡിസ്ക്രൈബ് പോലും എഴുതേണ്ട കാര്യമില്ല, ജസ്റ്റ് ആ പോയിന്റുകൾ മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്തുവാണെന്നുള്ളതാണ്. അതെന്താണെന്ന് എഴുതാൻ, ആൻഡ് അതിൽ വരേണ്ട മെയിനായിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് എ കമ്പനിയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് മറന്നു പോകരുത്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഓക്കെ, കാരണം ബേസിക് ആയിട്ട് അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് എ കമ്പനി എന്ന് അറിയപ്പെടുന്നത് എന്താണ്.
ഓക്കെ, അങ്ങനെയും ചോദിക്കാം. ഓക്കെ, അതെന്തിനാണെന്ന് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കും. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുവാണെങ്കിൽ അങ്ങനെ ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളതും എഴുതുക. അത് ചിലപ്പോൾ അവരുടെ കീയിൽ അല്ലെ ആൻസർ കീയിൽ വരുന്ന മെയിൻ ഒരു പോയിന്റാണ് അത്. പിന്നെ ബാക്കി എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ കൺഫേംസ് കമ്പനീസ് ഫോർമേഷൻ രജിസ്ട്രേഷൻ വിത്ത് രജിസ്റ്റർ ഓഫ് കമ്പനി എന്നൊക്കെ പറഞ്ഞുള്ള സംഭവങ്ങൾ വരും. പക്ഷെ മെയിനായിട്ടും വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ള അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു പോയിന്റ് ഉറപ്പാണ്. ഓക്കെ, സോ ഇത്രയാണ് 2 മാർക്ക് എന്നുള്ള രീതിയിൽ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ കണ്ടത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതിൽ 6 കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ജസ്റ്റ് 5 എഴുതാമെന്നുള്ള രീതിയിലായിരുന്നു 2 മാർക്കിൻ്റെ. വീണ്ടും അതേപോലെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. 6 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ 5 എഴുതുക. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്കത് ഏതൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കാം. ബ്രിങ് ഔട്ട് എനി 3 ഫീച്ചേഴ്സ് ഓഫ് ഗവൺമെൻറ് കമ്പനി. അത് 3rd ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. പബ്ലിക് പ്രൈവറ്റ് ഗ്ലോബൽ എന്റർപ്രൈസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. പിന്നെ അടുത്തത് റൈറ്റ് എ നോട്ട് ഓൺ വേരിയസ് ടെലികോം സർവീസസ് അവൈലബിൾ ഫോർ എൻഹാൻസിങ് ബിസിനസ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്തിരി ഓഫായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓഫായിട്ടുള്ള ടോപ്പിക് എന്ന് ഞാൻ പറയുമ്പം നമ്മൾ ബിസിനസ് സർവീസിൻ്റെ അകത്ത് കുറേ സർവീസസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ മെയിനായിട്ടും നമ്മൾ പഠിക്കുന്നതാണ് ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർ ഹൗസ്. ഓക്കെ, ഈ 3 സർവീസിൽ നിന്നും എന്തായാലും ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് എവിടെന്നെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ചിലപ്പോൾ എസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ഈ 3 സർവീസ് കുറേ സർവീസ് പഠിക്കുന്നുണ്ടെങ്കിൽ ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പക്ഷെ അതേപോലെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ചെറിയ ടോപ്പിക്കാണ്. നമ്മൾ വിടാൻ ചാൻസ് ഉണ്ട്, ഇതിന്നൊന്നും ചോദിക്കത്തില്ല എന്ന് വിടാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ടെലികോം സർവീസസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതിൽ മോസ്റ്റ് പ്രോബബ്ലി 1 മാർക്ക് 2 മാർക്ക് എന്നുള്ള രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും 3 മാർക്ക് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് വേരിയസ് ടെലികോം സർവീസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ എന്താണ് അല്ലെങ്കിൽ വാട്ട് ഇസ് ടെലികോം സർവീസസ് എന്നുള്ള രീതിയിലും വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ അതിന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ 3 മാർക്കിൻ്റെ അപ്പുറത്തോട്ടൊന്നും ചോദിച്ചിട്ടില്ല, 5 മാർക്ക് എന്നുള്ള രീതിയിലൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ അതിൽ നിന്ന് ചാൻസ് ഉണ്ട്. നമ്മൾ വിടാൻ വെക്കുന്ന ഒരു പോർഷനാണ്, പക്ഷെ വിടരുത്. ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ 1 മാർക്കാണെങ്കിൽ പോലും നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്ത 2 ക്വസ്റ്റ്യൻസും നമ്മുടെ ചാപ്റ്റർ 6 ആയ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബിസിനസ് എത്തിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം അത് ഞാൻ പറഞ്ഞ പോലെ ആ ചാപ്റ്ററിൽ നിന്ന് എല്ലാം നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം. അതിന് ഏതൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയയും കിട്ടാത്ത ചാപ്റ്ററാണ്. എല്ലാ ടോപ്പിക്സിൽ നിന്നും വരും. ഇപ്പം നമ്മൾ നേരത്തെ തന്നെ കൈൻഡ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി കണ്ടു. അടുത്ത ചോദിച്ചിരിക്കുന്നത് ബിസിനസ് എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടു. ഓക്കെ, വീണ്ടും ഇനിയും വരുന്നുണ്ട് അടുത്ത വേറെ കുറേ ടോപ്പിക്സ്. ഏറെക്കുറെ എല്ലാത്തിൽ നിന്നും ചോദിക്കും അത്. ഓക്കെ, പിന്നെ വരുന്നതാണ് 3 മെറിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഷെയർസ്. അത് നമ്മുടെ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത് ചാപ്റ്റർ 18 എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, അതേപോലെ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ്, ലീസിങ്, ഫാക്ടറിങ്, ഇങ്ങനെ കുറച്ച് ഏരിയാസ് ഉണ്ട്. അതിൽ നിന്നാണ് കുറേ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന കുറച്ച് ട്രേഡ് ക്രെഡിറ്റ്, പിന്നെ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സും, ഇങ്ങനെ കുറച്ച് പോർഷൻസ് ഉണ്ട്. ഈ പോർഷൻസിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത്. അങ്ങനെ ഒരു ഏരിയ ആണ് ദ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വീണ്ടും ആ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് ക്ലാസിഫൈ ചെയ്യുക ഓൺഡ് ക്യാപിറ്റലും ബോറോഡ് ക്യാപിറ്റലും ഏതൊക്കെയാണെന്ന്. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ കണ്ടാൽ വേറെ ഒന്നും നോക്കരുത്, അപ്പോഴേ എഴുതുക. ഓക്കെ, കാരണം ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലാസിഫൈ ചെയ്താൽ മതി. ഓക്കെ, 3 ഓൺഡ് ക്യാപിറ്റലും 3 ബോറോഡ് ക്യാപിറ്റലും എന്ന് പറഞ്ഞ് ഒന്ന് വരച്ചൊക്കെ എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ടൈമില്ലാന്നുണ്ടെങ്കിൽ നിൽക്കണ്ട, എഴുതിയാൽ തന്നെ നിങ്ങൾ എടുത്തൊന്ന് എഴുതിയാൽ മതി. ഇസും തേയും ദാറ്റും ഒന്നും ചേർത്ത് വലിച്ച് നീട്ടി എസ് എന്നുള്ള രീതിയിൽ ഒന്നും എഴുതണ്ട. എഴുതിയാൽ തന്നെ 3 മാർക്കാണ്. സിമ്പിളായിട്ട് 3 മാർക്ക് കിട്ടത്തില്ലേ? സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു, ഇതൊക്കെ പഠിച്ചുകൊണ്ട് ഏറ്റവും ഗുണം അതാണ്. നിങ്ങൾക്ക് ടൈം കുറച്ചുകൂടെ നിങ്ങൾ എഴുതി കൈ എന്തായാലും ഓടിയും. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. വെറുതെ നിങ്ങളൊന്ന് എഴുതി വെക്കുമ്പോൾ അതേപോലെ മാച്ച് ദ ഫോളോയിങ് ഇതിനൊക്കെ വന്നത് സുഖമാണ്. 4 മാർക്കിനൊക്കെ ചോദിച്ചാൽ ഭയങ്കര സുഖമാണ്. കാരണം 4 മാർക്ക് 5 മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാലേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അത് അങ്ങനെയാണ്. നമ്മൾ എന്തൊക്കെ പോയിന്റ് എഴുതിയെന്ന് പറഞ്ഞാലും കുറച്ച് നല്ലോണം നമ്മൾ എഴുതണം. പക്ഷേ ഈ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് അതേപോലെ എഴുതി വെച്ചാൽ 4 മാർക്ക് കറക്റ്റായിട്ട് എഴുതണം, ഇല്ലെങ്കിൽ മൂഞ്ചും. അപ്പം അതേപോലെയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ പറഞ്ഞ പോലെ ഓൺ ക്യാപിറ്റലും ബോറോഡ് ക്യാപിറ്റലും തമ്മിലുള്ളത്. ഓക്കെ, അപ്പം ഇതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 6
ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അതിൽ 5 എണ്ണം എഴുതാമെന്നുള്ളതാണ്. 5 എണ്ണത്തിൽ അത് 3 മാർക്ക് എന്നുള്ള രീതിയാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു പോവാം. ഓക്കെ, കുറേ ഒന്നും നമ്മൾ പോകുന്നില്ല ഏരിയയിലോട്ട്, കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്തായിരുന്നു, ഗവൺമെൻറ് കമ്പനീസിൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന പോലെ ഗവൺമെൻറ് കമ്പനീസിൻ്റെ കുറേ കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഏതെങ്കിലും 3 എണ്ണം എഴുതിയാൽ മതി. നമ്മൾ ഫീച്ചേഴ്സ് ഒക്കെ പഠിക്കുന്നതാണ്. അതിൽ ഈ പറഞ്ഞ പോലെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, ഗവൺമെൻറ് കമ്പനി, ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ്, ഇത് 3ൻ്റെ ഫീച്ചേഴ്സും മെറിറ്റ്സ് ഡിമെറിറ്റ്സ് പഠിച്ചേ പറ്റുള്ളൂ. ആൻഡ് എക്സാമ്പിൾ വിത്ത് എക്സാമ്പിളും കൂടെ പഠിക്കണം. ഞാൻ പറഞ്ഞ പോലെ എക്സാമ്പിൾസും ചോദിക്കുന്ന ഏരിയയാണ്. ഫീച്ചേഴ്സ് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. നേരത്തെ നമ്മൾ എക്സാമ്പിളിൻ്റെ ഒരു ഇത് കണ്ടായിരുന്നു. ഇപ്പം ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ചിലപ്പം ചോദിക്കണമെന്നില്ല. ഓക്കെ, ചിലപ്പോൾ ഇറ്റ് ഇസ് എ ബോഡി കോർപ്പറേറ്റ് അണ്ടർ കമ്പനീസ് ആക്ട് 2013, ഇത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയണം അത് ഗവൺമെൻറ് കമ്പനിയാണ് അവർ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പം അത് ചോദിക്കാനുള്ള ചാൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുവാണ്. ചിലപ്പോൾ കുറച്ചുകൂടി ഈ ഒരു രീതിയിലായിരിക്കാം നമ്മുടെ പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. നമ്മൾ നേരത്തെ കണ്ട ടെലികോം സർവീസുകൾ ഏതൊക്കെയാണെന്നുള്ളത്. നിങ്ങൾക്ക് കുറേ സർവീസുകൾ നിങ്ങളുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു പോയിന്റുകൾ അല്ലെങ്കിൽ ഹെഡിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ എഴുതുമ്പോൾ കുറച്ചുകൂടെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എന്താണ് സംഭവം എന്നുള്ളത് ജസ്റ്റ് ഒരു 1 ലൈൻ എന്നുള്ള രീതിയിൽ എഴുതണം. ഓക്കെ, ഇത് ജസ്റ്റ് പോയിന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കാരണം അവിടെ പോയിന്റ് അല്ല എഴുതാൻ പറഞ്ഞേക്കുന്നത്. നിങ്ങളടുത്ത് റൈറ്റ് നോട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് നോട്ട് എന്ന് പറയുമ്പോൾ ഇത് എഴുതുക, എന്നിട്ട് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ജസ്റ്റ് എഴുതിപ്പോയി. ഇതിപ്പം ഏറെക്കുറെ എനിക്ക് തോന്നുന്നു ഒരു 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. 5 എണ്ണം ഒന്നും എഴുതണ്ട, 3 പോയിന്റ് എഴുതുക, എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക. ഓക്കെ, ഇപ്പം സെല്ലുലാർ മൊബൈൽ സർവീസസ്, കേബിൾ സർവീസസ്, അതേപോലെ DTH സർവീസസ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ എഴുതാം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, കാണാതെ പോലും പഠിക്കേണ്ട കാര്യമില്ല. അടുത്തത് നമുക്ക് ബിസിനസ് എത്തിക്സിൻ്റെ എലമെൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ടോട്ടലി 5-6 പോയിന്റ്സ് എങ്ങാണ്ടുണ്ട് എലമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. അതിൽ ആകെപ്പാടെ ഇവർ ചോദിച്ചിരിക്കുന്ന 3 എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് എഴുതുക, ആൻഡ് അത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ഒന്നും നമ്മൾ ഇതിൽ കൊടുത്തിട്ടില്ല. നിങ്ങൾ എഴുതുമ്പോൾ അത് ഡിസ്ക്രൈബ് ചെയ്ത് തന്നെ എഴുതണം. കുറച്ച് നല്ല ഇതായിട്ട് തന്നെ. ഓക്കെ, ഫസ്റ്റ് ബിസിനസ് എത്തിക്സ് എന്താണെന്നുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. 3 മാർക്കിൻ്റെ ഒക്കെ തൊട്ട് തുടങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ എഴുതി തുടങ്ങുന്നതിന് കുഴപ്പമില്ല. വലിച്ചു വാരിയൊന്നും എഴുതേണ്ട കാര്യമില്ല. ഒരു സെൻറ്റൻസ് ഒറ്റൊരിതായിട്ട് എഴുതുക, ബിസിനസ് എത്തിക്സ് എന്താണ്. എന്നിട്ട് അടുത്തതായിട്ട് എലമെൻറ്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ് 3 എണ്ണം, എന്നിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് 3 മാർക്ക് എന്നുള്ള രീതിയിൽ കിട്ടാൻ നിങ്ങൾക്കും ചാൻസ് ഉണ്ട്. ഓക്കെ, എങ്ങനെയാണ് മാർക്കിംഗ് സ്കീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് എക്സാമിന് വരുമ്പോൾ നിങ്ങൾ നല്ലോണം എഴുതുവാണെങ്കിൽ ഫുൾ മാർക്ക് എന്നുള്ള രീതിയിൽ കിട്ടും. പക്ഷേ സ്കൂളിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അത്രയൊന്നും എളുപ്പമാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ടീച്ചേഴ്സ് ചിലപ്പോൾ ഒന്ന് പിടിച്ചായിരിക്കും മാർക്ക് ഇടുന്നത്. നല്ല കാര്യമാണ്. കാരണം എന്നാലും നമ്മൾ അതിൻ്റെ അപ്പുറത്തോട്ടുള്ളത് പഠിക്കത്തു. സോ അങ്ങനെ ആണെങ്കിൽ എന്തായാലും നല്ല രീതിയിലൊക്കെ എഴുതുവാണെങ്കിൽ 2 മാർക്ക് 3 മാർക്കിൻ്റെ ഒക്കെ അവരെന്തായാലും 3 മാർക്ക് എന്നുള്ള രീതിയിൽ ഇട്ട് തരും. അപ്പം അങ്ങനെ തന്നെ നല്ല സ്ട്രക്ചേർഡായിട്ട് സ്റ്റാൻഡേർഡായിട്ട് തന്നെ എഴുതുക. ഓക്കെ, പിന്നെ അടുത്ത പൊല്യൂഷൻ എന്നുള്ളത്, അത് എടുത്ത് 3 പൊല്യൂഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ. അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് എയർ പൊല്യൂഷൻ എന്നുള്ളത് അറിയാമല്ലോ, അത് എഴുതുക. എന്നിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിളും കൊടുക്കുക. അതേപോലെ വാട്ടർ പൊല്യൂഷൻ ഒരു എക്സാമ്പിൾ, ലാൻഡ് പൊല്യൂഷൻ എക്സാമ്പിൾ. അതിലെ പൊല്യൂഷൻ സ്റ്റാർട്ടിങ് തുടങ്ങുമ്പം ജസ്റ്റ് പൊല്യൂഷൻ എന്താണെന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് എഴുതിപ്പോവാം. ഓക്കെ, അതൊന്നും ഇവിടെ കൊടുക്കാത്തതിൻ്റെ റീസൺ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതുമ്പോൾ ഈ പറഞ്ഞ പോലെ അത് കാണാതെ ഇങ്ങനെ പഠിച്ചിട്ട് അങ്ങനെ പോയി എഴുതേണ്ട കാര്യമില്ല. സിമ്പിളായിട്ട് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എൻവയോൺമെൻറ്റിൽ വരുമ്പോൾ എൻവയോൺമെൻറ്റിന് വരുന്ന വിഷയങ്ങളാണ്. അത് ജസ്റ്റ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ജസ്റ്റ് ഒരു ലൈൻ മതി. കൂടുതൽ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ നമുക്ക് 3 മാർക്കേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതേണ്ട കാര്യമില്ല. പക്ഷെ ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിൽ കൊടുക്കുമ്പോൾ കാണുന്ന ടീച്ചേഴ്സിനാണ് ഇത് ഇവരെന്താണ് എഴുതി വെച്ചാൽ അവരിപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തെടുത്ത് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പം എന്താണ് ഇത് കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഓക്കെ ഇത് ഇന്ന ക്വസ്റ്റ്യൻ ആണെന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ അവർക്ക് കറക്റ്റ് ചെയ്യാനും കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പം അവർക്ക് തന്നെ ഒരു ഇമ്പ്രഷൻ വരിക, നിങ്ങൾ ഇത്രയൊക്കെ സഹായിച്ചില്ലേ. ഇത് പറയുമ്പം ചിലപ്പോൾ എന്താ പറയുക, പിന്നെ ഇപ്പം സഹായിച്ച അങ്ങനെയൊന്നും അല്ല, കറക്റ്റ് ചെയ്യുന്നുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ പറയാം. ഓരോ പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആവും. ചേട്ടാ ഇത് ഏത് ക്വസ്റ്റ്യൻ എന്നുള്ളത് ഏത് ഏരിയ എന്ന് ചോദിച്ചേക്കുന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പം ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കുമ്പോൾ ടീച്ചേഴ്സിൻ്റെ തന്നെ ഒരു ഇമ്പ്രഷൻ വരും. ഓക്കെ, അടുത്ത് നോക്കാം നമുക്ക് മെറിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, ജസ്റ്റ് ഒരു 3 എണ്ണം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ
ഇക്വിറ്റി ഷെയർസ് ആണെങ്കിലും പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിലും അതേപോലെ ഡിബഞ്ചേഴ്സ് ഞാൻ പറഞ്ഞ കുറേ പോയിന്റുകളുണ്ട്. അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കും. ഓക്കെ, അതെന്തായാലും ചോദിക്കുക. അത് ഏതാ ചോദിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ആ പറയുന്ന എല്ലാത്തിനും ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഓൺഡ് ക്യാപിറ്റൽ, ബോറോഡ് ക്യാപിറ്റൽ എന്നുള്ളത് രണ്ടായിട്ട് ഇങ്ങനെയൊക്കെ വരച്ചെഴുതുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഓക്കെ, കുറച്ച് വരച്ചെഴുതി നിങ്ങൾക്ക് ടൈമില്ലാന്നുണ്ടെങ്കിൽ വേണ്ട, പക്ഷെ വരച്ചെഴുതുവാണെങ്കിൽ ഇത്തിരി നല്ല സ്റ്റാൻഡേർഡായിട്ടിരിക്കും. കാണുന്നവർക്ക് പെട്ടെന്നൊരു കൊള്ളാം നല്ല രീതി എഴുതിയിട്ടുണ്ടെന്നുള്ളൊരു തോട്ട് വരും. ഓക്കെ, ടൈം ഉണ്ടെങ്കിൽ ലാസ്റ്റ് വരയ്ക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എഴുതിയിട്ടാൽ മതി. ഓക്കെ, അടുത്തത് നമുക്ക് 3 മാർക്കിൻ്റെത് കഴിഞ്ഞു. പിന്നെ വരുന്നതാണ് 4 മാർക്കിൻ്റെത്. ഓക്കെ, 4 മാർക്കിൻ്റെത് ഈ പറഞ്ഞ പോലെ 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഏതെങ്കിലും 4 എണ്ണം എഴുതാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പം ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതിന് ശേഷം ആൻസറിലോട്ട് പോവാം. ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് എന്നുള്ളത്. അത് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ വൃത്തിയായിട്ട് ജസ്റ്റ് ഒന്ന് എഴുതുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രി എന്തുവാന്ന് എഴുതുക, എന്നിട്ട് വേണമെങ്കിൽ ഒരു ഗ്രാഫ് പോലെയൊക്കെ ഇങ്ങനെ വരച്ചിട്ടൊക്കെ ഇൻഡസ്ട്രി 3 ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് ഉണ്ടെന്നും പറഞ്ഞാൽ ആ 3 ടൈപ്പ് ജസ്റ്റ് ഒന്ന് എഴുതുക, എന്നിട്ട് അത് എടുത്ത് എഴുതാം. ഓക്കെ, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങളാ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതി അത് ഒന്ന് ഡിവൈഡ് ചെയ്തൊന്ന് ഒരു ഗ്രാഫ് പോലെ കാണിച്ചിട്ടുണ്ട്, എന്നിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുമ്പോൾ കുറച്ചുകൂടെ നല്ല സ്റ്റാൻഡേർഡായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എഴുതുമ്പോൾ അങ്ങനെ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ വരുന്ന മാച്ച് ദ ഫോളോയിങ്. ഇതാണ് ഞാൻ പറഞ്ഞത്, മാച്ച് ദ ഫോളോയിങ് ഒക്കെ കണ്ട വിട്ടരുത്. കോപ്പി അടിച്ച് എഴുതാൻ പറ്റുന്ന എളുപ്പം എന്നുള്ള രീതിയിലല്ല പറയുന്നത്, പക്ഷെ നമുക്ക് സുഖമായിട്ട് മറ്റേയൊക്കെ ഞാൻ പറഞ്ഞില്ല കുറേയൊക്കെ എഴുതാനുണ്ട്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ നോക്കി വന്നതിലെല്ലാം ശ്രദ്ധിച്ചാൽ മതി, 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് ഈ പറയുന്ന എല്ലാ ഏരിയയിലും കുറച്ച് സിമ്പിളായിട്ട് പെട്ടെന്നൊന്ന് സുഖമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് വിടാതെ കണ്ടുപിടിച്ച് എഴുതുക എന്നുള്ള, ബാക്കി ഒക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ പഠിച്ചതനുസരിച്ച് എഴുതുക, പക്ഷെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എഴുതണം. ഓക്കെ, അപ്പോൾ ഇത് ചോദിച്ചേക്കുന്നത് ചാപ്റ്റർ 6 ആയ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. ഓക്കെ, കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കണ്ടു, അതേപോലെ പൊല്യൂഷൻ എന്നുള്ള ഏരിയ കണ്ടു, ബിസിനസ് എത്തിക്സ് കണ്ടു, ഇപ്പം റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പും. ഓക്കെ, ഇനി അതിൽ വരുന്ന ഒരു 2 ഏരിയയും കൂടെ ഉള്ളൂ, അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ്, അത് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നത്, ബാക്കിയെല്ലാം ചോദിച്ചിട്ടുള്ളൂ. സോ ഇത് ഏതാണ് വിടേണ്ടതെന്ന് ചിലപ്പോൾ അടുത്ത പ്രാവശ്യം അതായിരിക്കത്തില്ല ചോദിക്കുന്നത്. സോ ആ ചാപ്റ്റർ ഞാൻ വീണ്ടും പറയുന്നു, ഫുള്ള് പഠിക്കാം. ഓക്കെ, പിന്നെ വാട്ട് ആർ മൾട്ടിനാഷണൽ കമ്പനീസ്, എക്സ്പ്ലെയിൻ എനി 3 ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്, അത് 3rd ചാപ്റ്ററിൽ വരുന്നതാണ്. ഓക്കെ, പിന്നെ സർവീസ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇത് ഞാൻ ഓൾറെഡി നമ്മൾ എടുക്കുമ്പോഴേ പറഞ്ഞിട്ടുള്ളതാണ്. സർവീസ് ചാപ്റ്ററിൽ നിന്ന് ആ സർവീസ്, അതേപോലെ അതിൻ്റെ ഫീച്ചേഴ്സ്, അതെങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, ഒക്കെ സിമ്പിളാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇവിടെ ആപ്പാടം 3 എണ്ണം എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ, സർവീസ് എന്താണെന്നുള്ളതും അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അടുത്ത് നോക്കാം സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, അതിൻ്റെ അഡ്വാൻറ്റേജ്. ഞാൻ പറയാം, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് വിട്ടൊരു കളി അവർക്കില്ലാതെ ഇവരെങ്ങനെയെങ്കിലുമൊക്കെ ചോദിച്ചിരിക്കും. ഇവിടെ ആണെങ്കിലും 4 മാർക്ക് എന്നുള്ള രീതിയിൽ സോൾ പ്രൊപ്പറേറ്റർ 2ാമത്തെ ചാപ്റ്റർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ ഫസ്റ്റ് തുടങ്ങുന്ന തന്നെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് തന്നെ, അതിൻ്റെ അതെന്താണെന്നുള്ളതും അതേപോലെ അതിൻ്റെ അഡ്വാൻറ്റേജും എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതായത് ആൻസേഴ്സ് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു പോകാം. ഓക്കെ, ഇപ്പോൾ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ജസ്റ്റ് ഒന്ന് വരച്ചൊക്കെ ഓക്കെ എഴുതുക. ഇൻഡസ്ട്രി, പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി, അതേപോലെ ടെർഷ്യറി ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ വരച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ എടുത്തെടുത്ത് ഓരോന്ന് എഴുതുക. ഓക്കെ, അതൊക്കെ എഴുതുമ്പം കുറേ എഴുതി ഇത് ചെയ്യരുത്. ജസ്റ്റ് ഇപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രിക്കകത്ത് 2 എണ്ണം വരുന്ന എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി, ജനറ്റിക് ഇൻഡസ്ട്രി എന്താണെന്ന് എഴുതി ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതുക. അതേപോലെ സെക്കൻഡറി ഇൻഡസ്ട്രി വരുമ്പം അതിൻ്റെ അകത്ത് 2 എണ്ണം വരുന്നുണ്ട്, അതെന്താണെന്നും എൻ്റെ എക്സാമ്പിൾ എഴുതി. ടെർഷ്യറി ഇൻഡസ്ട്രി എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പം കൃത്യമായിട്ട് പോയിന്റുകൾ വരണം, മീനിങ് എന്താണ്, എക്സാമ്പിൾ എന്താണെന്നൊക്കെ എഴുതുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കുറേ മാർക്ക് കിട്ടും. ഓക്കെ, അടുത്തത് റെസ്പോൺസിബിലിറ്റി ടു ഗവൺമെൻറ്, പേയ്മെൻറ്റ് ഓഫ് ഇത്. ഓക്കെ, ഇത് സുഖമാണ്, കാരണം റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടും ഓരോ ഇതിങ്ങനെ കൊടുക്കും. ഓക്കെ, ഇപ്പം ഗവൺമെൻറ്, ഓണേഴ്സ്, കസ്റ്റമേഴ്സ് എന്നിട്ട് നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാന്നുള്ള രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ പ്രാവശ്യം എന്തായാലും ഫോർച്ചുനേറ്റ്ലി ഇതേപോലെയാണ് ചോദിച്ചത്. ഇങ്ങനെയും ചോദിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ എസ് എന്നുള്ള രീതിയിൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, എ ഗവൺമെൻറ്, ബി കസ്റ്റമർ, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അങ്ങനെയും ചോദിക്കാം.
ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്, സുഖമായിട്ട് എഴുതുക. കാരണം ഇത് ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾ പഠിക്കണമെന്ന് പോലും ഇല്ല. ഓക്കെ, നിങ്ങൾ വിട്ടാൽ പോലും നിങ്ങൾക്കത് നോക്കി ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇപ്പം ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ടാക്സ് ആണ് അല്ലേ. ഓണേഴ്സും ചിലപ്പോൾ ഇത് അറിഞ്ഞൂടെങ്കിൽ പോലും അതവിടെ നിൽക്കട്ടെ. അടുത്ത് നോക്കാം കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്. അടുത്തത് എംപ്ലോയീസ്, വേജസ്. പിന്നെ അപ്പം ഓണേഴ്സ് എന്ന് പറയുമ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ക്ലിയർ അല്ലേ? അപ്പം ഇത് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. എസ് എന്നുള്ള രീതിയിലും ചിലപ്പം എസ് ഇൻ സെൻസ് എഴുതാൻ എന്നുള്ള രീതിയിൽ അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ മൾട്ടിനാഷണൽ കോർപ്പറേഷനും അതെന്താണെന്നുള്ളതും അതിൻ്റെ ഫീച്ചേഴ്സും ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടെ കുറേ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ഏതെങ്കിലും 3 എഴുതിയാൽ മതി. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതണം, കാരണം അവിടെ ചോദിച്ചിട്ടുണ്ട് ഒരു വാട്ട് ആർ മൾട്ടിനാഷണൽ കമ്പനീസ് എന്നുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുക. ഓക്കെ, എന്നിട്ട് എക്സാമ്പിൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് എക്സാമ്പിളും കൊടുക്കുക, എന്നിട്ട് ഇതേ ഫീച്ചേഴ്സും എഴുതുക. ഓക്കെ, അടുത്തത് സർവീസസ്. ഓക്കെ, സർവീസ് എന്താണെന്നുള്ളത് ഇതിപ്പോൾ കുറേ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും നീട്ടി വലിച്ചൊന്നും എഴുതണമെന്ന് ഞാൻ പറയില്ല. സർവീസ് എന്താണെന്നുള്ള സിമ്പിളായിട്ട് ഇത് ചെയ്യുക, എക്സാമ്പിളും കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് ചെയ്ത്. കാരണം അതിനാണ് മെയിൻ ഫോക്കസ്. ഇപ്പോൾ 3 ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർവീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ 3 എഴുതി കഴിഞ്ഞാൽ 3 മാർക്കാണ്. ആ സർവീസ് എന്താണെന്നുള്ള എഴുതുന്നതിന് 1 മാർക്ക് എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് ചോദിച്ചിരിക്കുന്നത് സോൾ പ്രോപ്പറേറ്റർഷിപ്പ്. അത് സിമ്പിളായിട്ട് നിങ്ങളുടെ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞേക്കുന്ന 3 അഡ്വാൻറ്റേജ് എഴുതാൻ. എന്താണ് സോൾ പ്രോപ്പറേറ്റർഷിപ്പ് എന്ന് എഴുതാനും അതേപോലെ തന്നെ 3 അഡ്വാൻറ്റേജ് എഴുതാനുമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ആൻസർ എന്നുള്ള രീതിയിൽ ഡിസ്കഷൻ പോകാത്തതെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കേണ്ട. നമുക്ക് വേണ്ടത് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ളത് അറിയാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ 4 മാർക്കിൻ്റെ കഴിഞ്ഞു. അടുത്തത് നമുക്ക് ചോദിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 5 മാർക്കിൻ്റെ ഈ പറഞ്ഞ പോലെ 4 കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 3 എഴുതാന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ. സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് ബിസിനസ്, ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡിസ്കസ് ദ ഫാക്ടേഴ്സ് ദ ഡിറ്റർമിൻ ദ ചോയ്സ് ഓഫ് ഫോം ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, അത് 2ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ആ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എല്ലാം പഠിച്ചതിന് ശേഷം ലാസ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, അത് കുറേ വട്ടം ഈ പറഞ്ഞ പോലെ ഇടയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോയിന്റുകൾ നോട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 5 മാർക്കിറ്റാണല്ലോ, ഏതെങ്കിലും 5 എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഏതൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, എന്നിട്ട് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളത് എഴുതുക. ഓക്കെ, പിന്നെ ചോദിച്ചേക്കുന്നത് ഇമേർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് ചാപ്റ്ററിൽ അതിൽ വരുന്ന ഒരു മെയിൻ ഒരു ടോപ്പിക്കാണിത്. ഈ ബിസിനസ്സും ട്രഡീഷണൽ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ്. അത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം 5 പോയിന്റ് എങ്കിലും എഴുതണം. ഓക്കെ, 5 പോയിൻ്റാണ് മിനിമം. പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ചിലപ്പോൾ ഇതിന് മാർക്ക് കിട്ടിയില്ലെങ്കിലോ എന്താണെന്നുള്ള അറിവുകൊണ്ട് എനിക്ക് അറിയാവുന്ന ഒരു 5 പോയിന്റ് എന്ന് പറയുമ്പോൾ കൂടുതൽ 2 പോയിന്റും കൂടി എഴുതി വെക്കാം. ഓക്കെ, ചിലപ്പോൾ ഏതെങ്കിലും പറഞ്ഞാൽ അവർക്ക് അത് സെറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു 2 പോയിന്റും കൂടെ എക്സ്ട്രാ എഴുതുക. പിന്നെ ചോദിച്ചിരിക്കുന്നതേ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ഫാക്ടറിംഗ് ഇൻ ലീസ് ഫിനാൻസിങ്. ഇത് ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസിങ് കുറച്ച് നമ്മൾ വിടാതെ പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതിൽ വരുന്നതാണ് ഫാക്ടറിങ്ങും ലീസ് ഫിനാൻസിങ്. ഓക്കെ, 2 മാർക്ക്. ഇത് ആക്ച്വലി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 2.5 മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, അതനുസരിച്ചുള്ളത് നമ്മൾ എഴുതണം. ഇനി ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാം. ഓക്കെ, ഫസ്റ്റ് ബിസിനസ്സും ഫീച്ചേഴ്സും. അപ്പം ബിസിനസ് എന്താണെന്നുള്ളത് എഴുതണം, എന്നിട്ട് ഫീച്ചേഴ്സ്. ഓക്കെ, ഫീച്ചേഴ്സ് എഴുതുമ്പോൾ 4 ഫീച്ചേഴ്സ് എഴുതണം. ഓക്കെ, നമ്മുടെ ഇവിടെ അവർ എടുത്ത് 3 ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് ബിസിനസ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഒരെണ്ണം കൂടെ എക്സ്ട്രാ എഴുതി വെക്കുക, കാരണം അവർ ഏതാ ഉദ്ദേശിക്കുന്നത് എന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരെണ്ണം എക്സ്ട്രയും കൂടെ എഴുതി വെക്കുക. ആൻഡ് അപ്പോൾ ആലോചിച്ച് വേണം, ഈ പറയുന്ന ഫീച്ചേഴ്സിന് 3 മാർക്കാണ്. ഓക്കെ, അപ്പം വാട്ട് ഈസ് ബിസിനസ് എന്ന് എഴുതുന്നതിനാണ് 2 മാർക്ക്. അപ്പോൾ അത് ഇത്തിരി നല്ല കനത്തിൽ തന്നെ എഴുതുക. ഓക്കെ, ജസ്റ്റ് ഒരു 1 ലൈൻ എന്ന് പറഞ്ഞ് എഴുതി വിടരുത്. മാർക്ക് നോക്കുമ്പോഴേ 3 പോയിന്റ് എഴുതാൻ പറഞ്ഞാൽ അതിനായിരിക്കും 3 മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. ബാക്കി ആ ബിസിനസ് എന്താണെന്ന് എഴുതുന്നതിനായിരിക്കും 2 മാർക്ക് വരുന്നത്. ഓക്കെ, പക്ഷെ 3 പോയിന്റ് മാത്രം എഴുതി വെക്കരുത്. പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു 4 പോയിന്റ്, ഒരു പോയിന്റും കൂടെ എക്സ്ട്രാ എന്തായാലും എഴുതി വെക്കണം. ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച പോയിന്റ് അല്ല എന്നുണ്ടെങ്കിലോ, അപ്പോൾ അവർ അല്ലെങ്കിൽ ഈ പോയിന്റ് അല്ല ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒരെണ്ണം കൂടെ എക്സ്ട്രാ എന്തായാലും എഴുതാം. ഓക്കെ, പിന്നെ വരുന്നതാണ് ചോയ്സ് ഓഫ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്നുള്ളത്. അത് അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് 5 എഴുതാമെന്നുള്ള രീതിയിൽ. ഇവിടെ ഇപ്പം നമ്മൾ
യെസ്, 5 തന്നെ കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. കാരണം ഇതിനകത്ത് വേറെ ഒന്നും വരുന്നില്ല. ഓക്കെ, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ നമുക്ക് ഡെഫിനിഷൻ എഴുതാനോ മീനിങ് എഴുതാനോ പ്രത്യേകിച്ചൊന്നും ഇല്ല. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെയൊക്കെ കൊടുത്ത് എഴുതി എന്തെങ്കിലുമൊക്കെ തുടങ്ങുക. പക്ഷേ ഇവിടെ അങ്ങനെ സംഭവം ഇല്ലാത്തത് കൊണ്ട് തന്നെ 5 പോയിന്റും നല്ല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. കാരണം 5 പോയിന്റ് 5 മാർക്കും 5 പോയിന്റിനാണ് വരുന്നത്. ഓക്കെ, അടുത്തത് യെസ്, ട്രഡീഷണൽ ബിസിനസ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസമാണ്. ഓക്കെ, ഞാൻ മാറിയിക്കാം. അപ്പം ഇതിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 5 പോയിന്റാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പം എഴുതുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു പോയിന്റാണ്, ഈ കൊടുത്തേക്കുന്ന ബേസിസ് എന്നുള്ള രീതിയിൽ എഴുതുക. ഇവിടെ ഇപ്പം ഹൈ ലോ എന്നാണ് എഴുതിയേക്കുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ എഴുതരുത്. നിങ്ങൾ സെൻറ്റൻസ് ആയിട്ട് എഴുതരുത്. ഇപ്പോൾ കോസ്റ്റ് ഓഫ് സെറ്റിംഗ് അപ്പ് ഇസ് ഹൈ, മറ്റെടുത്ത് വരുമ്പോൾ കോസ്റ്റ് ഓഫ് സെറ്റിംഗ് അപ്പ് ഇസ് ലോ. ഓക്കെ, അങ്ങനെ തന്നെ സെൻറ്റൻസ് ആയിട്ട് തന്നെ എഴുതാം. 5 മാർക്കിൻ്റെ ആയതുകൊണ്ടാണ്. ആൻഡ് അപ്പോഴും ഈ ബേസിസ് എഴുതാൻ ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്ക് എപ്പോഴും ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 കോളം വരച്ചിട്ട് ഇങ്ങനെ എഴുതും. ഓക്കെ, പക്ഷെ അങ്ങനെ എഴുതരുത്. ഈ ബേസിസ്, അതിനൊരു ബേസ് കൊടുത്തിട്ട് വേണം എഴുതാൻ. ഓക്കെ, അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് എന്തായാലും കിട്ടും. ഓക്കെ, 5 മാർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ബേസ് കൊടുത്ത് എഴുതുവാണെങ്കിൽ 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അത് ഞാൻ ഉറപ്പ് പറയുന്നു. അങ്ങനെ ബേസ് കൊടുത്ത് വൃത്തിയായിട്ട് എഴുതണം. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ലോ ഹൈ എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കും. നിങ്ങൾ എഴുതുമ്പോൾ അത് സെൻറ്റൻസ് എന്നുള്ള രീതിയിൽ തന്നെ എഴുതി പോകണം. ഓക്കെ, അങ്ങനെ എഴുതുവാണെങ്കിൽ ഡെഫിനറ്റ്ലി 5 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ബേസ് എഴുതാൻ മറക്കരുത്. നമ്മൾ ഈ ട്രഡീഷണൽ ബിസിനസ് ഈ ബിസിനസ് പറഞ്ഞ് 2 കോളം വരച്ച് മാത്രം എഴുതി പഠിക്കരുത്. അത് ഏത് ഡിഫറൻസ് ആണെങ്കിലും, ഇതിന് മാത്രമല്ല ഏത് ഡിഫറൻസ് ആണെങ്കിലും ഈ ഒരു ബേസും കൂടെ എഴുതുക. ഓക്കെ, നിങ്ങൾക്ക് ഇനി അത് ബേസ് അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് 2 എണ്ണം ഒന്ന് വരച്ച് എഴുതിയിട്ട് തന്നെ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന എന്ത് സംഭവം എന്നുള്ള രീതിയിൽ വെച്ചിട്ടൊരു ബേസും കൂടെ എഴുതുക. 5 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ബേസ് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഡെഫിനറ്റ് ആയിട്ടും കിട്ടും. ഓക്കെ, അടുത്ത് നോക്കാം. യെസ്, ഫാക്ടറിങ്ങും ലീസ് ഫിനാൻസിങ്ങും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ചാപ്റ്റർ 8 ആയ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസിൽ നിന്ന് ചോദിക്കുന്ന കുറച്ച് എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ആ പറഞ്ഞ ഏരിയാസാണ് ഇതേ കൊടുത്തേക്കുന്നത്, ഫാക്ടറിങ്ങും ലീസ് ഫിനാൻസിങ്ങും. ഓക്കെ, അപ്പോൾ അത് 2.5 മാർക്ക് 2.5 മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും രണ്ടിനും കൂടെ വരുന്നത്. അത് എഴുതാൻ എക്സാമ്പിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക. ആൻഡ് അതേപോലെ അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതണമെങ്കിൽ എഴുതാം. ഓക്കെ, ഫീച്ചേഴ്സ് ആയിരിക്കും. അഡ്വാൻസ് ഡിസഡ്വാൻസ് എന്ന് പറഞ്ഞൊന്നും തകർത്തൊന്നും എഴുതണ്ട. മീനിങ് എഴുതിയിട്ട് ജസ്റ്റ് ഫീച്ചേഴ്സും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, പിന്നെ വരുന്നതാണ് ലാസ്റ്റ് നമ്മുടെ എസ്സേ എന്നുള്ള രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഒന്ന് ചാപ്റ്റർ 2 ആയ നമ്മുടെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഫങ്ഷൻസ് ചോദിച്ചിട്ടില്ലാത്ത ഒരു വർഷമില്ല എന്ന് തോന്നുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും വരും എന്നുള്ളത്. അത് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്, അതും വന്നിട്ടുണ്ട്. ഓക്കെ, ഒന്നെങ്കിൽ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം വരും. പിന്നെ ഈ പറഞ്ഞുള്ള ബിസിനസ് സർവീസിലും വരും. പിന്നെ ഫോർമേഷൻ ഓഫ് എ കമ്പനിയിൽ നിന്നും വരാൻ ചാൻസ് ഉണ്ട്. ഈ മൂന്ന് ചാപ്റ്റേഴ്സും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേ എന്നുള്ള രീതിയിൽ വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്സാണ്. ഓക്കെ, അപ്പം അത് ഈ പറഞ്ഞ പോലെ 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി എന്നുള്ള രീതിയാണ്. അപ്പം ഇവിടെ പാർട്ട്ണർഷിപ്പിനെ ചോദിച്ചേക്കുന്നത് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എഴുതാനാണ്. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എഴുതാൻ മതി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഉടനെ എടുത്താൽ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ് മാത്രം എഴുതി വെക്കരുത്. ഓക്കെ, പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് എഴുതുക. ചിലപ്പോൾ 2-3 ഫീച്ചേഴ്സും കൂടെ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ. ഓക്കെ, ഡിപ്പെൻസ് അപ്പോൺ ടൈമാണ്. ഓക്കെ, അത് ഞാൻ എടുത്ത് പറയുന്നില്ല. ഫീച്ചേഴ്സും കൂടെ എഴുതാൻ പറ്റുമെങ്കിൽ ബെറ്ററാണ്. ഓക്കെ, ജസ്റ്റ് മീനിങ് എന്തുവാന്ന് എഴുതുക, ഫീച്ചേഴ്സ് ഒരു 2-3 പോയിന്റ് അത്രയും മതി. എന്നിട്ട് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ എഴുതുക. അല്ല, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എഴുതുമ്പം മിനിമം 4 പോയിന്റ് എഴുതാം, മിനിമം. ഓക്കെ, അഡ്വാൻറ്റേജ് ഒരു 4 എണ്ണം, ഡിസഡ്വാൻറ്റേജസ് ഒരു 4 എണ്ണം മിനിമം ആണ്. അതിൽ കൂടുതൽ എഴുതുമെങ്കിൽ ബെറ്റർ. കാരണം അതാണ് മെയിനായിട്ട് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് 4 എണ്ണം മിനിമം എങ്കിലും എഴുതാം. അതിൽ കുറച്ച് എഴുതിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് പോകും. ഓക്കെ, അതിൽ കൂടുതൽ എഴുതിയാൽ കുറച്ച് ചിലപ്പോൾ മാർക്ക് കിട്ടുമായിരിക്കും, ഡിപ്പെൻസ് അപ്പോൾ. പക്ഷെ 4 എണ്ണം മിനിമം എഴുതാം. ഓക്കെ, പിന്നെ വരുന്നതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അത് കുറേ എഴുതാനുണ്ട്. ഓക്കെ, നിങ്ങൾ തകർത്ത് വെച്ച് എഴുതിക്കോണം. പല ടിക്സിനും പല രീതിയിൽ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ടും വരുന്ന അക്സെപ്റ്റൻസ്, ഡിപ്പോസിറ്റ്, ലെൻഡിങ് ഓഫ് മണി, പിന്നെ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ഫെസിലിറ്റി, റെമിറ്റൻസ് ഓഫ് ഫണ്ട്സ്, അലൈഡ് സർവീസസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതുമെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. നിങ്ങൾ ടെക്സ്റ്റിൽ എന്താണോ കൊടുത്തേക്ക് നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. ഓക്കെ, ഇത് തന്നെ എഴുതണം എന്നുള്ളത് നമ്മൾ പറയുന്നില്ല. ഡിപ്പെൻസ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ
എഴുതാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ എഴുതുക. പക്ഷെ ആ പോയിന്റുകളെല്ലാം വരണം. ഓക്കെ, പല രീതിയിലാണ് പല ടെക്സ്റ്റിലും കൊടുത്തേക്കുന്നത്. NCERT പോയി പറഞ്ഞ പോലെ ചിലപ്പം അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല. ചില ടെക്സ്റ്റുകൾ ഡീറ്റെയിൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ, ഇതേപോലെ ഡിവൈഡ് ചെയ്ത് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, കറക്റ്റ് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ സൗകര്യമാണ് കാണുമ്പോൾ. ഇതെല്ലാം വരണം. പക്ഷേ ഇതിപ്പോൾ നമ്മൾ മറ്റേൻ്റെ അകത്ത് ചെയ്താലും ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എഴുതുന്നത്. പക്ഷെ നമ്മൾ ഒന്ന് സബ് ഡിവൈഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സബ് ഡിവൈഡ് ചെയ്ത് എഴുതുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, പിന്നെ വരുന്നതാണ് ലാസ്റ്റ് മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. എസ് എന്നുള്ള രീതിയിൽ തന്നെ അത് പഠിക്കുക. എസ് എന്നുള്ള രീതിയിൽ പഠിച്ചാൽ തന്നെ ഏറെക്കുറെ 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് എങ്ങനെ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതിൻ്റെ അത് ചോദിച്ചാൽ വാട്ട് ഈസ് മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ ആൻഡ് ക്ലോസസും ആണ്. ഓക്കെ, അത് പിന്നെ 8 മാർക്കിന് എഴുതാനുള്ള സംഭവങ്ങളുണ്ട്, കുറേ ഉണ്ട്. അപ്പോൾ അത് മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ എന്താണെന്ന് എഴുതാൻ. അതിനകത്ത് പിന്നെ ഫീച്ചേഴ്സ്, അഡ്വാൻസ്, ഡിസിപ്ലിൻസ് അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. അപ്പോൾ മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, എന്നിട്ട് എൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞ് എഴുതും. ഓക്കെ, അപ്പം എസ് എഴുതുമ്പോഴും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോഴും നിങ്ങൾ ആലോചിക്കുക, ഈ ടേബിൾ പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വരച്ചിട്ട് ഇപ്പോൾ കണ്ടന്റ് ഓഫ് മെമ്മറാൻഡം എന്നും പറഞ്ഞിട്ട് ഈ 6 ക്ലോസസ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ച് ഒക്കെ എഴുതുവാണെങ്കിൽ ബെറ്ററാണ്. ഞാൻ ഇൻക്ലൂഡ് ചെയ്യാവുന്നതിന് റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതിയേ പറ്റത്തുള്ളൂ ഒന്നും പറയത്തില്ല. പക്ഷേ എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യുന്നവർക്ക് കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് നിങ്ങൾക്കാണെങ്കിലും എഴുതുമ്പോൾ ഒന്ന് എടുത്ത് എഴുതുമ്പോൾ ബെറ്റർ ആയിരിക്കും. ഓക്കെ, 8 മാർക്കിൻ്റെയൊക്കെ. പക്ഷെ ഡിപ്പെൻസ് അപ്പോൺ ടൈമാണ്. ഓക്കെ, ടൈം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് വരച്ച് എഴുതുമ്പോഴത്തേക്ക് നല്ലോണം വരച്ചില്ലേ പിന്നെ അത് കൊള്ളത്തുമില്ല, പിന്നെ ആകെ ബോറായിരിക്കും. അപ്പം വരയ്ക്കാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്, ടൈം ഉണ്ട്. ഞാനൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ സ്ഥലം വിടും. ഓക്കെ, എന്നിട്ട് കണ്ടന്റ് ഫുൾ എഴുതും. എന്നിട്ട് ലാസ്റ്റാണ് എന്തായാലും കുറച്ച് ടൈം കിട്ടും. അപ്പോൾ ലാസ്റ്റ് ടൈമിലാണ് ഈ വരയ്ക്കുന്ന ഇങ്ങനത്തെ ഉള്ള അലുലത്ത് പരിപാടികൾക്കൊക്കെ ഞാൻ സ്ഥലം വിട്ടിട്ട് ലാസ്റ്റാണ് ഞാൻ നോർമലി ചെയ്യുന്നത്. അത് എനിക്ക് വർക്കാവുന്ന കാര്യമാണ്. ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ പറയില്ല. നിങ്ങൾക്ക് എന്താണോ വർക്കാവുന്നത് അതനുസരിച്ച് ചെയ്യാമെന്നുള്ളത്. അല്ലാതെ വേറൊരാൾ ഇങ്ങനെ ചെയ്യുന്നു എന്നാൽ പിന്നെ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ കിട്ടിയ ഉടനെ തന്നെ അപ്പം തന്നെ ക്വസ്റ്റ്യൻസും എഴുതി തുടങ്ങുന്ന ആളാണ്. ഓക്കെ, എനിക്ക് അറിഞ്ഞുകൂടാത്തയാണെങ്കിൽ ഞാൻ സ്ഥലം വിടും. ഞാൻ കൂടുതൽ അതിൻ്റെ അകത്ത് ഇരുന്ന് ആലോചിച്ചൊന്നും അറിയാം. ഒരു ക്വസ്റ്റ്യൻ കിട്ടി അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻ, ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ, അങ്ങനെ എഴുതി പോകുന്ന ഒരാളാണ് ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും ഇത് ആദ്യമൊന്നും ചോദിക്കത്തില്ല. പിന്നൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണോ എൻ്റെ ഉത്തരം എന്നൊക്കെ പറഞ്ഞ് 1 മാർക്കിൻ്റെയൊക്കെ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. പക്ഷെ അല്ലാതെ ഈ പറഞ്ഞ പോലെ കൂടുതൽ ഫസ്റ്റ് ഇരുന്ന് ഞാൻ ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് മാക്സിമം ഒരു 20 മിനിറ്റ്സിന് മുന്നേ എങ്കിലും എഴുതി തീർക്കണം. അതാണ് ഞാനൊരു എയിം വെച്ചേക്കുന്നത്. അങ്ങനെയാണ് ഒരു എക്സാം തീരുന്നതിന് ഒരു 20 മിനിറ്റ്സിന് മുന്നേ ഞാൻ എഴുതി തീരും. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സ്പേസ് വിട്ടേക്കുന്ന എന്തെങ്കിലുമൊക്കെ ഏരിയ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് സെറ്റാക്കി റെഡിയാക്കി എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അത് എനിക്ക് വെക്കും. ചിലരൊക്കെ ഈ പറഞ്ഞ പോലെ പതുക്കെ എഴുതത്തുള്ളൂ, അവസാനം ആകുമ്പോഴേ അവർക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. പക്ഷെ അത് നമ്മൾ ഇതായിട്ട് നോക്കി കഴിയുമ്പോൾ ബുദ്ധിമുട്ടാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ സമയം കിട്ടിയില്ലെങ്കിലോ വിഷയമാണ്. പക്ഷെ ഓരോരുത്തരുടെ റൈറ്റിംഗ് ഇതാണ്. ചിലർ അങ്ങനെ എഴുതത്തുള്ളൂ, പക്ഷെ അതെങ്ങനെയെങ്കിലും തീർക്കുകയും ചെയ്യും. അത് അവരുടെ ഇതാണ്. സോ ഞാൻ ഒരിക്കലും ഒരു ഇതെന്നുള്ള രീതിയിൽ ഞാൻ പറയില്ല. പക്ഷെ എന്തായാലും ലാസ്റ്റ് മിനിറ്റ് വരെ എഴുതുന്നുള്ള രീതിയിൽ എഴുതാതിരിക്കുക. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ബെറ്റർ എനിക്ക് തോന്നുന്നു വർക്കൗട്ട് ആവും. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. സ്പേസ് വിട്ടിട്ട് ബാക്കിയുള്ള കണ്ടന്റ് എഴുതുക. അപ്പം വരച്ചില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്കൊന്നും കുറയ്ക്കത്തില്ല. പക്ഷെ വരച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അവർ ഇമ്പ്രസ്ഡ് ആകും, കുറച്ച് മാർക്ക് ചിലപ്പോൾ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ നോക്കിയിട്ട് എഴുതുക. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. ഏറെക്കുറെ ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്സാണ് വന്നിട്ടുള്ളത്, എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരു ചാപ്റ്റർ വൈസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ടോപ്പിക്സ് ഏതൊക്കെ ഏരിയാസ് എന്താണ് വന്നിട്ടുള്ളത് എന്നുള്ളതായിരുന്നു നമ്മൾ ഒരു ഡിസ്കഷൻ പോയത്. സോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ അത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നതായിരിക്കും. ഇതിപ്പോൾ ഓൾറെഡി തിയറി ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞ് നീട്ടാതിരുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഗൈസ്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് കണ്ടിട്ട് അയ്യോ അങ്ങനെ എഴുതിയില്ല അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട. നമുക്ക് ഇനിയും ടൈമുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് അടിച്ചു വിളിക്കുക, എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് സെറ്റായിട്ട് പബ്ലിക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.